സഹോദരങ്ങളെ, ഞാൻ ചുരുക്കി പറയുന്നു, കേരളത്തിലെ മുജാഹിദുകൾ ആചാര്യനായി സ്വീകരിക്കുന്ന മുഹമ്മദ് അബ്ദു, ജമാലുദ്ദീൻ അഫ്ഗാനി, റഷീദ് റിള, ഇവരൊക്കെ ജീവിതത്തിൽ സ്വീകരിച്ച തോന്നിവാസങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. മതപരിഷ്കരണവാദത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ജമാലുദ്ദീൻ അഫ്ഗാനിയെ കുറിച്ച് പറയാതിരിക്കാനാവില്ല, മുഹമ്മദ് അബ്ദുവിനെ അവഗണിക്കാനാവില്ല, റഷീദ് റിളയെ മാറ്റി നിർത്താനാകില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഇവര് സ്വീകരിച്ച മറ്റു ചില കാര്യങ്ങൾ കൂടി പറയണം. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്ത് നിഷേധിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു റഷീദ് റിളയും അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുവും. അൽ ഖൗലുൽ ഫസ്ലു എന്ന മുസ്തഫ സുബിരിയുടെ ഈ ഗ്രന്ഥത്തിൽ മുഹമ്മദ് അബ്ദുവിന്റെയും അതേപോലെ റഷീദ് റിളയുടെയും ഹദീസ് നിഷേധത്തെക്കുറിച്ചും മുഅ്ജിസത്ത് നിഷേധത്തെക്കുറിച്ചും സവിസ്തരം പറയുന്നുണ്ട്. ഒരു ചെറിയ ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ലോകത്ത് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും പ്രസിദ്ധമായ സംഭവമാണ്, പരിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട സംഭവമാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും അറിയപ്പെട്ട ഒരു അമാനുഷിക സിദ്ധിയാണ് ചന്ദ്രൻ പിളർന്ന സംഭവം. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തായിക്കൊണ്ട് ചന്ദ്രൻ രണ്ട് പിളർപ്പായി പിളരുകയും അതിന് ആ കാലത്ത് ജീവിച്ചിരുന്ന മുസ്ലിമീങ്ങളും അല്ലാത്തവരും ദൃക്സാക്ഷികളാവുകയും നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയും ചേരമാൻ പെരുമാൾ എന്ന പേരിൽ അന്ന് അറിയപ്പെട്ടിരുന്ന, പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ച് താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച് ഇപ്പോൾ ഒമാനിലെ സലാലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട താജുദ്ദീൻ ഇസ്ലാമിക പ്രബോധന പ്രവർത്തകർക്ക് ഊർജം നൽകിയ മഹാനാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ തന്നെ കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ മുഅ്ജിസത്ത് നേരിൽ കണ്ടതായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. പക്ഷേ ചന്ദ്രൻ പിളരുക എന്ന ഈ അത്ഭുതകരമായ സംഭവം അത് ഉൾക്കൊള്ളാൻ മുഹമ്മദ് അബ്ദുവിന്റെ ബുദ്ധിക്ക് സാധിച്ചില്ല, റഷീദ് റിളയുടെ ബുദ്ധിക്ക് സാധിച്ചില്ല. അവരെന്ത് ചെയ്തു? അവർ അതിനെ ദുർവ്യാഖ്യാനിച്ചു. മുസ്തഫ സുബിരി അദ്ദേഹത്തിന്റെ അൽ ഖൗലുൽ ഫസ്ലു എന്ന ഈ ഗ്രന്ഥത്തിന്റെ 139 പേജിൽ രേഖപ്പെടുത്തി, ഫൽ അഹാദീസുൽ മുനബ്ബിഅതു ബിമുഅ്ജിസത്തി ഇൻശിഖാഖിൽ ഖമരി ഗൈറു മഖ്ബൂലത്തിൻ ഇൻദ ശൈഖിൽ മനാർ. അൽമനാറിന്റെ ഷെയ്ഖ് ആരാ? അൽമനാറിന്റെ ഷെയ്ഖ് റഷീദ് റിള. ഈജിപ്തിൽ നിന്നും മതപരിഷ്കരണവാദികൾ അക്കാലത്ത് പ്രസിദ്ധീകരിച്ച മാസികയായിരുന്നു അൽമനാർ. ഈ അൽമനാറിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ആ അൽമനാറിന്റെ ഏതാനും പഴയ കോപ്പികളാണ് സഹോദരങ്ങളെ കേരളത്തിലെ മുസ്ലിമീങ്ങളെ കഷണം കഷണമായി മുറിക്കുവാൻ പിൽക്കാലത്ത് കാരണമായി തീർന്നത്. അത് പിന്നീട് പറയാം. ഏതായിരുന്നാലും ഈ അൽമനാർ മാസികയുടെ സ്ഥാപകനായിരുന്നു നേരത്തെ ഞാൻ സൂചിപ്പിച്ച റഷീദ് റിള. ആ റഷീദ് റിളയെ കുറിച്ച് അല്ലാമ മുസ്തഫ സുബിരി അദ്ദേഹത്തിന്റെ ഈ അൽ ഖൗലുൽ ഫസ്ലു എന്ന ഈ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നു. ഫൽ അഹാദീസുൽ മുനബ്ബിഅതു ബിമുഅ്ജിസത്തി ഇൻശിഖാഖിൽ ഖമർ. ചന്ദ്രൻ പിളർന്നതിനെ സമർത്ഥിക്കുന്ന ഹദീസുകൾ, ആ ഹദീസുകൾ ഗൈറു മഖ്ബൂലത്തിൻ, അത് സ്വീകരിക്കപ്പെടാത്തതായിരുന്നു. ഇന്ദ ശൈഖിൽ മനാർ, അൽമനാറിന്റെ സ്ഥാപകനായ റഷീദ് റിളയുടെ അടുക്കൽ ചന്ദ്രൻ പിളർന്നതിനെ സംബന്ധിച്ച് പറയുന്ന ഹദീസുകളൊന്നും സ്വീകാര്യമായിരുന്നില്ല. മാത്രമല്ല, ഹദീസ് മാത്രമല്ല, ഇദ്ദേഹം ഖുർആനും നിഷേധിച്ചിരുന്നു. ആര്? റഷീദ് റിള ഖുർആനിനെയും നിഷേധിച്ചിരുന്നു. കാരണം മുസ്തഫ സുബിരി പറയുന്നു, വഖൗലുൽ ഖുർആനി, ഖുർആനിന്റെ പ്രസ്താവനയും റഷീദ് റിളക്ക് സ്വീകാര്യമായിരുന്നില്ല. എന്താണ് ഖുർആൻ പറഞ്ഞത്?
ഇൻഷഖൽ ഖമറു, ചന്ദ്രൻ പിളർന്നു കഴിഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ ചന്ദ്രൻ പിളർന്ന സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ആയത്തും റഷീദ് റിളക്ക് സ്വീകാര്യമായിരുന്നില്ല. ലാ യുഫ്ഹമു മിൻഹു ഇൻഷിഖാഖുൽ ഖമരി വഇന്നമാ യുഫ്ഹമു മിൻഹു മഅനൻ ആഖറ ഗൈറു ഇൻഷിഖാഖിൽ ഖമരി. നോക്കൂ നിങ്ങൾ, മുസ്തഫ സിബിരി വിശദീകരിക്കുന്നു, മുഹമ്മദ് റഷീദ് റിള ചന്ദ്രൻ പിളർന്നു എന്ന് പറയുന്ന ഈ ആയത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തിനെ കുറിച്ചുള്ള പരാമർശമാണ് ഈ ആയത്ത് ഉൾക്കൊള്ളുന്നത് എന്ന് ലോകത്തുള്ള മുസ്ലിം പണ്ഡിതന്മാരൊക്കെയും വിശദീകരിച്ച കാര്യം റഷീദ് റിള തള്ളിക്കളഞ്ഞു. അദ്ദേഹം അത് സ്വീകരിച്ചില്ല. അതിൽ നിന്ന് മറ്റെന്തൊക്കെയോ അർത്ഥങ്ങളാണ് മനസ്സിലാവുക എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചന്ദ്രൻ പിളർന്ന സംഭവത്തെ അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്തു. വളരെ വേദനയോടെ, വളരെ സങ്കടത്തോടെ മുസ്തഫ സിബിരി ചോദിക്കുന്നു, പറയുന്നു, ഖൂലു, നിങ്ങൾ പറയുവീൻ, ബിറബ്ബിക്കും, നിങ്ങളുടെ റബ്ബിനെ പിടിച്ചുകൊണ്ട് നിങ്ങൾ പറയുവീൻ, ഹലിശ്ശൈഖു ലാഗിൻ ഫിൽ ഖുർആനി വൽ ഹദീസി വലാഇബിൻ ബിഹിമാ അം ഹുവ ഗൈറു ലാഗിൻ. ഈ മനുഷ്യൻ ഖുർആനിൽ പഴച്ചവനല്ലേ? ആരെ കുറിച്ചാ ചോദിക്കുന്നത്? റഷീദ് റിളയെ കുറിച്ച് മുസ്തഫ സിബിരി എന്ന ഈ ഗ്രന്ഥക്കാരൻ ചോദിക്കുന്നു, ഇദ്ദേഹം ഖുർആനിൽ പഴച്ചിട്ടില്ലേ? ഇദ്ദേഹം ഹദീസിൽ പഴച്ചിട്ടില്ലേ? ഇദ്ദേഹം ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും കളിക്കുകയല്ലേ? മുസ്തഫ സിബിരി ചോദിക്കുന്നു, ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഇദ്ദേഹം കളിക്കുന്നു. അജീബൂനി അൻ സുആലി ഹാദാ, എന്റെ ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയുമോ? വലാ തുആഖിദൂനി ബിശ്ശദീദിൽ ഖൗലി അലൈഹി, ഞാൻ റഷീദ് റിളയെ വളരെ കഠിനമായി വിമർശിക്കുന്നത് കൊണ്ട്, അതുപോലെ മുഹമ്മദ് അബ്ദുവിനെ ഞാൻ കഠിനമായി വിമർശിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ തട്ടിക്കയറുന്നതിന് പകരം ഈ മനുഷ്യൻ ഖുർആൻ കൊണ്ട് കളിക്കുകയല്ലേ? സുന്നത്ത് കൊണ്ട് കളിക്കുകയല്ലേ? അദ്ദേഹം ഖുർആനിനെ നിഷേധിക്കുകയല്ലേ? അദ്ദേഹം സുന്നത്തിനെ നിഷേധിക്കുകയല്ലേ എന്ന എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയൂ എന്ന് മുസ്തഫ സിബിരി ചോദിക്കുന്നു. എനിക്കും പറയാനുള്ളത് തന്നെയാണ്. മുഹമ്മദ് അബ്ദുവിനെ മദ്യപാനി എന്ന് വിളിക്കുമ്പോ, മുഹമ്മദ് അബ്ദുവിനെ സ്ത്രീലമ്പടൻ എന്ന് വിളിക്കുമ്പോ, മുഹമ്മദ് അബ്ദുവിനെ പാശ്ചാത്യ പ്രമത്തൻ എന്ന് വിളിക്കുമ്പോ, മുഹമ്മദ് അബ്ദുവിനെ പലിശഭോജി എന്ന് വിളിക്കുമ്പോ, മുഹമ്മദ് അബ്ദുവിനെ തമ്മാടി എന്ന് വിളിക്കുമ്പോ, ആ തമ്മാടി എന്ന് വിളിക്കുന്ന ഒരു ഇസ്ലാമിക പ്രബോധകനെ, പ്രവർത്തകനെ വിമർശിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അത് നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചു തന്ന മുസ്തഫ സുബിരി എന്ന പണ്ഡിതനെയും എഴുത്തുകാരനെയും വിമർശിക്കുന്നതിന് പകരം അദ്ദേഹം ഖുർആൻ കൊണ്ട് കളിച്ചതിനെ കുറിച്ച്, സുന്നത്ത് കൊണ്ട് കളിച്ചതിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള വ്യക്തമായ മുഅ്ജിസത്താണ് ചന്ദ്രൻ പിളർന്ന സംഭവം. ആ ചന്ദ്രൻ പിളർന്ന സംഭവത്തെ ഖുർആൻ പറഞ്ഞിട്ട് പോലും, ഹദീസിൽ വിശദീകരിച്ചിട്ട് പോലും അത് പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞ റഷീദ് റിളയെ കുറിച്ച്, മുഹമ്മദ് അബ്ദുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന മുസ്തഫ സുബിരിയുടെ ചോദ്യത്തിന് ഉത്തരം കാണാൻ സഹോദരങ്ങളെ, റഷീദ് റിളയെ ഇമാമായി അംഗീകരിക്കുന്ന, മുഹമ്മദ് അബ്ദുവിനെ നവോത്ഥാന നായകനായി സ്വീകരിക്കുന്ന മുജാഹിദുകൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കും ബാധ്യതയുണ്ട് എന്ന് മാത്രം ഞാൻ ഇപ്പോൾ പറയുന്നു. അല്ലാമ മുസ്തഫ സുബിരി അദ്ദേഹം പിന്നീട് വിശദീകരിച്ചു, വഖബലഹു, ഇതിന്റെ മുമ്പ്, ആരുടെ മുമ്പ്? റഷീദ് റിളയുടെയും മുമ്പ്, ആറല ഉസ്താദുഹു മുഹമ്മദ് അബ്ദ, മുഹമ്മദ് അബ്ദ നിഷേധിച്ചിട്ടുണ്ട്, അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. കിതാബ് അല്ലാഹി, അള്ളാഹുവിന്റെ ഖുർആനിനെ വിമർശിച്ചിട്ടുണ്ട്. ഫീ ഖൗലിഹി, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഫഔഹൈനാ ഇലാ മൂസാ അൻദുരിബ് ബിഅസാകൽ ബഹർ. അള്ളാഹുവിന്റെ ഖുർആനിൽ പ്രസിദ്ധമായ സംഭവമാണ്. ഫിർഔനിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം നൈൽ നദിയുടെ തീരത്തെത്തി. ആരെ പിടികൂടാൻ? മൂസാ നബിയെയും അനുയായികളെയും പിടികൂടാൻ. മൂസാ നബിക്ക് മുമ്പിൽ വിശാലമായി പരന്നു കിടക്കുന്ന നൈൽ നദി, തൊട്ടു പിന്നിൽ ഫിർഔനും കൂട്ടരും സർവായുധ സജ്ജരായി. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ചെകുത്താനും കടലിനും ഇടയിൽ എന്ന ആ പഴമൊഴിയെ അന്വർത്ഥമാക്കിക്കൊണ്ട് തൊട്ടു മുന്നിൽ കടൽ, തൊട്ടു പിന്നിലോ ചെകുത്താനും. അത് രണ്ടിനുമിടയിൽ മൂസാ നബി അലൈഹിസ്സലാം കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന. എന്ത്? ഫഔഹൈനാ ഇലാ മൂസ,
മൂസാ നബിക്ക് നാം വഹ്യ് നൽകി. എന്തായിരുന്നു വഹ്യ്? അൻദുരിബ് ബിഅസാകൽ ബഹർ, നിങ്ങളുടെ കയ്യിലുള്ള വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കണം. പിന്നീടുള്ള സംഭവം പരിശുദ്ധ ഖുർആനിൽ വളരെ ഏറെ സ്ഥലങ്ങളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും ആ ചരിത്രം അറിയാം. ബഹുമാനപ്പെട്ട മൂസാ അലൈഹിസ്സലാം തന്റെ കയ്യിലുണ്ടായിരുന്ന അമാനുഷിക സിദ്ധിക്ക് കാരണമായി തീർന്ന, ഒട്ടുവളരെ സംഭവങ്ങൾക്ക് കാരണമായി തീർന്ന ചരിത്ര പ്രസിദ്ധമായ ആ വടി കൊണ്ട് സമുദ്രത്തിൽ അടിച്ചു. സമുദ്രം 7 പിളർപ്പുകളായി മാറി. ആ പിളർപ്പുകളിൽ 7 റോഡുകൾ പ്രത്യക്ഷപ്പെട്ടു, വിശാലമായ റോഡുകൾ. ആ റോഡുകളിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ മൂസാ നബിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അനുയായികളും സുരക്ഷിതരായി രക്ഷപ്പെട്ടു. അവർ മറുകര പ്രാപിച്ചു. ആ വിശാലമായ റോഡുകളിലൂടെ തന്നെ ഇറങ്ങിത്തിരിച്ച ഫിർഔനും കൂട്ടരും സമുദ്രത്തിൽ മുങ്ങിത്താഴുകയും ചെയ്തു. ഇത് ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. ലോകത്തൊരു മുസ്ലിം കുട്ടിക്ക് പോലും അറിയുന്ന ചരിത്രമാണ്. പക്ഷേ നമ്മുടെ മുഹമ്മദ് അബ്ദു ഉണ്ടല്ലോ, നമ്മുടെ നവോത്ഥാന നായകൻ ഇമാം, ഈ ഇമാം എന്ത് ചെയ്തു? പരിശുദ്ധ ഖുർആനിനെ നിഷേധിച്ചു. അദ്ദേഹം പറഞ്ഞു, ഫഹമല ഇൻഫിലാഖൽ ബഹരി അലൽ ജസിരി വൽ മദ്ദി അത്തബീഇയ്യൈൻ, കടലിൽ ഉണ്ടാകാറുള്ള വേലിയിറക്കവും വേലിയേറ്റവും. അപ്പൊ മൂസാ നബി രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? വേലിയിറക്കുണ്ടായപ്പോഴാണ്. ഏറ്റവും പ്രകടമായ ദുർവ്യാഖ്യാനം അള്ളാഹുവിന്റെ ഖുർആനിനെതിരെ മുഹമ്മദ് അബ്ദു പ്രയോഗിച്ചു. ഇതിനെ വ്യഭിചാരം എന്നല്ലാതെ മലയാളത്തിൽ എന്ത് വിളിക്കണം? ലോകത്തുള്ള സർവ്വ പണ്ഡിതന്മാരും, മുഴുവൻ ഖുർആൻ പണ്ഡിതന്മാരും, ചരിത്രത്തിലും വർത്തമാനത്തിലും ജീവിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളും അള്ളാഹുവിന്റെ ഖുർആൻ സ്വീകരിച്ചുകൊണ്ട് സമുദ്രം പിളർന്നുവെന്നും ആ പിളർപ്പ് റോഡുകളായി മാറിയെന്നും ആ റോഡുകളിലൂടെ മൂസാ നബിയും അനുയായികളും മറുകര പ്രാപിച്ചു എന്നും ആ മറുകര പ്രാപിച്ച അതേ റോഡിലൂടെ തന്നെ ഇറങ്ങിത്തിരിച്ച ഫറോവയും കൂട്ടരും അവിടെ മുങ്ങിച്ചത്തു എന്നും പരിശുദ്ധ ഖുർആൻ പറയുന്ന ചരിത്രം, ഖുർആൻ പണ്ഡിതന്മാർ വിശദീകരിച്ച ചരിത്രം, ലോകത്തിനോളമുള്ള മുസ്ലിമീങ്ങൾ ഐക്യകണ്ഠേന അംഗീകരിക്കുന്ന ചരിത്രം. സഹോദരങ്ങളെ, അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് അബ്ദു രംഗത്ത് വന്നത്. അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു വേലിയിറക്കത്തിന്റെ സമയത്തായിരുന്നു. അപ്പൊ ഖുർആനിൽ അള്ളാഹു വടികൊണ്ട് അടിക്കാനാ പറഞ്ഞത് മൂസാ നബിയോട്. അപ്പൊ വടികൊണ്ട് അടിക്കാൻ പറഞ്ഞത് വേലി ഇറക്കത്തിന്റെ സമയത്താണ് എന്ന് നമ്മൾ വളരെ സാഹസികമായി വിശ്വസിക്കണം. അങ്ങനെ വേലിയിറക്കമായും വേലിയേറ്റമായും ഒരു പ്രവാചകന്റെ മുഅ്ജിസത്തിനെ ദുർവ്യാഖ്യാനിച്ച് ചിത്രീകരിച്ച വ്യക്തിയാണ് മുഹമ്മദ് അബ്ദു, മുഅ്ജിസത്തിന്റെ നിഷേധി. ആ നിഷേധം പിൽക്കാലത്ത് പിന്തുടർന്ന വ്യക്തിയായിരുന്നു റഷീദ് റിള. അല്ലാമ മുസ്തഫ സുബ്രി വിശദീകരിക്കുന്നു, ഫമുൻകിറുൽ മുഅ്ജിസാത്തിൽ കൗനിയ്യ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആനിലും സുന്നത്തിലും വിശദീകരിക്കപ്പെട്ടിട്ടുള്ള മുഅ്ജിസത്തുകളെ നിഷേധിച്ച വ്യക്തി ലാ യസിഖൂന ബിൽ ഹദീസി, അവർ ഹദീസുകൾ വിശ്വസിക്കുന്നവരല്ല. വയുതാലിബൂനനാ ബിദലീലിൻ മിനൽ ഖുർആനി, അങ്ങനെ ഹദീസുകളെ നിഷേധിക്കുന്ന അവർ ഈ സമുദ്രം പിളർന്നതിന് ഖുർആനിൽ വല്ല തെളിവുമുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുന്നു. ആരാ പറയുന്നത്? മുസ്തഫ സുബ്രി പറയുകയാണ്, ഖുർആനിൽ അതിന് തെളിവുണ്ടോ എന്ന് നമ്മളോട് അവർ ചോദിക്കുന്നു. അങ്ങനെ നാം അവർക്ക് ഖുർആനിൽ നിന്ന് തെളിവ് കൊടുത്തു. ഖുർആനിൽ നിന്ന് തെളിവ് കൊടുത്തപ്പോൾ അവർ അതിനെയും നിഷേധിച്ചു. ലാ യസിഖൂന ബിൽ ഹദീസി വയുതാലിബൂനനാ ബിദലീലിൻ മിനൽ ഖുർആനി ഫമാ ജഅനാഹും ബിഹി അഖദൂ യൽഅബൂന ബിമഅനാഹു മുൻഹരിഫീന യുംനതൻ വയുസ്റതൻ. കണ്ടോ, അള്ളാഹുവിന്റെ ഖുർആൻ അങ്ങോട്ട് കൊടുത്തപ്പോ ആ ഖുർആനിനെ ഇടത്തോട്ടും വലത്തോട്ടുമാക്കി അവർ ദുർവ്യാഖ്യാനിച്ചു. ചെരിച്ചും മറിച്ചും കടത്തി അവർ വ്യഭിചരിച്ചു എന്നാണ് മലയാളത്തിൽ അർത്ഥം പറയേണ്ടത്. ഹദീസ് കൊടുത്തപ്പോൾ അത് സ്വീകരിച്ചില്ല. ഞങ്ങൾ ഖുർആനെ സ്വീകരിക്കൂ എന്നവർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ നാം അവർക്ക് ഖുർആൻ കൊടുത്തു.
അള്ളാഹുവിന്റെ പ്രവാചകൻ മൂസാ നബിയുടെ മുഅ്ജിസത്ത് സമർത്ഥിക്കുന്ന ഖുർആനിക വാക്യം നാമും അവർക്ക് മുമ്പിൽ അവതരിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഖുർആൻ വാക്യം അവതരിപ്പിച്ചു കൊടുത്തപ്പോൾ അവർ കളിക്കാൻ തുടങ്ങി ബിമഅനാഹു, ആ ഖുർആൻ ആയത്തിന്റെ അർത്ഥം വിശദീകരിച്ചുകൊണ്ട് അവർ കളിക്കാൻ തുടങ്ങി. മുൻഹരിഫീന, ആ ഖുർആൻ ആയത്ത് അവർ തിരിച്ചും മറിച്ചും കിടത്തി. യുംനതൻ വയുസ്റതൻ, ഇടത്തോട്ടും വലത്തോട്ടും കിടത്തി. അങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും ചെരിച്ചും മറിച്ചും അള്ളാഹുവിന്റെ ഖുർആനിനെ പച്ചയിൽ വ്യഭിചരിച്ചുകൊണ്ടാണ് സഹോദരങ്ങളെ മുഹമ്മദ് അബ്ദുവിന്റെയും റഷീദ് റിളയുടെയും അരങ്ങേറ്റമുണ്ടായത്. ആ മുഹമ്മദ് അബ്ദുവിന്റെ പേര് ചൊല്ലിക്കൊണ്ടാണ് കേരളത്തിലെ മുജാഹിദുകൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. ആ റഷീദ് റിളയുടെ പേര് ചൊല്ലിക്കൊണ്ടാണ് കേരളത്തിലെ മുജാഹിദുകൾ ഇമാം റഷീദ് റിള റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുന്നത്. ഇതാണ് നവോത്ഥാനം, ഇതാണ് മതപരിഷ്കരണവാദത്തിന്റെ ചരിത്രം. നോക്കൂ, നിങ്ങൾ കഴിഞ്ഞില്ല. ثم إنا نراهم لا يقتنعون بهذا ويعرضون القرآن على هواهم وعقيدتهم في عدم المعجزات الكونية فالمقياس الأصلي عندهم للقبول هو الموافقة لعقيدتهم لا الموافقة للقرآن. എന്താ മുസ്തഫ സിബിരി പറയുന്നത്? ഇവർക്ക് ഖുർആൻ കൊടുത്തിട്ട് കാര്യമില്ല, ഹദീസ് കൊടുത്തിട്ടും കാര്യമില്ല. കാരണം ഖുർആനും ഹദീസും സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡം ഇവരുടെ വിശ്വാസത്തിനും ഇവരുടെ നിലപാടുകൾക്കും ഖുർആൻ യോജിക്കുന്നുണ്ടോ എന്നാൽ ഖുർആൻ അവർ സ്വീകരിക്കും, ഹദീസ് സ്വീകരിക്കും. അങ്ങനെ തന്നെയാണല്ലോ. മുഹമ്മദ് അബ്ദു മുഅ്ജിസത്ത് ഇല്ലെന്ന് പറയുന്ന ആളാണ്. അപ്പൊ മുഅ്ജിസത്ത് ഉണ്ട് എന്ന് പറയുന്ന ഖുർആൻ വാക്യം നിഷേധിക്കും. റഷീദ് റിള ഖുർആനിൽ മുഅ്ജിസത്ത്, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തിനെ നിഷേധിക്കുന്ന ആളാണ്. അപ്പൊ ഖുർആനിൽ ഇനി മുഅ്ജിസത്ത് ഉണ്ട് എന്ന് പറഞ്ഞാലും ആ ഖുർആൻ നിഷേധിക്കും. അപ്പൊ സ്വന്തം വിശ്വാസങ്ങൾക്കും സ്വന്തം നിലപാടുകൾക്കും അനുയോജ്യമായി ഖുർആനോ സുന്നത്തോ വന്നാൽ അത് സ്വീകരിക്കുകയും സ്വന്തം നിലപാടുകൾക്കും വിശ്വാസങ്ങൾക്കും വിരുദ്ധമായി ഖുർആനോ സുന്നത്തോ വന്നാൽ അത് തള്ളിക്കളയുകയും ചെയ്യുന്ന ഖുർആൻ നിഷേധികളായിരുന്നു, ഹദീസ് നിഷേധികളായിരുന്നു ആര്? മുഹമ്മദ് അബ്ദുവും റഷീദ് റിളയും. ഈ രണ്ടുപേരുടെയും ഉസ്താദാണ് സർവമത സത്യവാദിയായിരുന്ന ജമാലുദ്ദീൻ അഫ്ഗാനി. ഈ മൂന്ന് ആളുകളും രൂപീകരിച്ച് പ്രചരിപ്പിച്ചുണ്ടാക്കിയ ആദർശമാണ് കേരളത്തിലെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റഷീദ് റിള ഈജിപ്തിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന അൽമനാർ മാസികയുടെ ഏതാനും കോപ്പികൾ അത് കിട്ടി നമ്മുടെ വക്കം മൗലവിക്ക്. വക്കം മൗലവിയെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല, സമയമില്ല. വക്കം മൗലവി അതുപോലെ KM മൗലവി എന്ന് പറയുന്ന മുജാഹിദുകൾ, വർത്തമാനകാല മുജാഹിദുകൾ അവരുടെ ആചാര്യന്മാരായി അംഗീകരിക്കുന്ന വക്കം മൗലവി, KM മൗലവി തുടങ്ങിയ മൗലവിമാർ, ഈ മൗലവിമാർ പഴച്ചു പോകാൻ എന്താ കാരണം? ഇവര് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് അടർന്നു പോകാൻ എന്താ കാരണം? കാരണം റഷീദ് റിള അദ്ദേഹത്തിന്റെ പത്രാധിപത്യത്തിൽ ഈജിപ്തിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്ന അൽമനാറിന്റെ ഏതാനും പഴയ കോപ്പികൾ, അന്ന് ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പത്രങ്ങളും പ്രസിദ്ധീകരണങ്ങളും അതത് സന്ദർഭങ്ങളിൽ നമ്മുടെ മേൽവിലാസത്തിൽ എത്തിക്കുവാനുള്ള സംവിധാനങ്ങളില്ല, ഇത്രയും വിപുലമല്ല. അതുകൊണ്ട് ഏതൊക്കെയോ ആളുകൾ മുഖേന കാലങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ട ഏതാനും അൽമനാറിന്റെ പഴയ കോപ്പികൾ വക്കം മൗലവിക്ക് ലഭിച്ചു. അദ്ദേഹം അത് വായിച്ചു. വിവരക്കേടിന്റെ ആശാന്മാരായിരുന്ന വക്കം മൗലവിയും KM മൗലവിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ അൽമനാറിന്റെ ഇത്തരം വാദങ്ങളിൽ ചന്ദ്രൻ പിളർന്നതല്ല, അത് തെറ്റാണ്, അത് ഖുർആൻ കൊണ്ട് തെളിയില്ല, സുന്നത്ത് കൊണ്ട് തെളിയില്ല എന്ന വാദം, അതേപോലെ മൂസാ നബിക്ക് മുമ്പിൽ സമുദ്രം പിളർന്നിട്ടില്ല, അത് വേലിയേറ്റവും വേലി ഇറക്കവുമായിരുന്നു എന്ന് പറയുന്ന നാറ്റമുളവാക്കുന്ന വാദം,
ഈ വാദങ്ങൾ അൽമനാറിലൂടെ എഴുതി പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന്റെ യുക്തിയിലും അതിന്റെ സാഹിത്യ ഭംഗിയിലും സഹോദരങ്ങളെ വക്കം മൗലവി ഉൾപ്പെടെയുള്ള കേരളത്തിലെ ചില മൗലവിമാർ അകപ്പെട്ടു. അങ്ങനെയാണ് കേരളത്തിൽ പിന്നീട് പലിശ അനുവദനീയമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, അതേപോലെ സർവമത സത്യവാദം ആകാമെന്ന് പറഞ്ഞുകൊണ്ട്, പലിശ വാങ്ങാമെന്നും അതിനുവേണ്ടി ബാങ്ക് സ്ഥാപിക്കാമെന്നും ഉദ്ഘോഷിച്ചുകൊണ്ട് കേരള മുസ്ലിം ഐക്യ സംഘം എന്ന പേരിൽ നമ്മുടെ കേരളത്തിൽ ഈ വിഷബീജം ആദ്യമായി ഇറക്കുമതി ചെയ്യപ്പെടുന്നത് കേരള മുസ്ലിം ഐക്യ സംഘം എന്ന പേരിൽ വക്കം മൗലവിയുടെയും സമകാലീനരായ ചില മൗലവിമാരുടെയും അതുപോലെ പ്രവർത്തകന്മാരുടെയും നേതൃത്വത്തിൽ രൂപം കൊണ്ട മുസ്ലിം ഐക്യ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പിന്നീട് റഷീദ് റിളയും മുഹമ്മദ് ആബിദും ജമാലുദ്ദീൻ അഫ്ഗാനിയും ഒക്കെ ലോകത്ത് പ്രചരിപ്പിച്ച തെറ്റായ ആശയങ്ങൾ നമ്മുടെ കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് ഈ പിഴച്ച ഈ അൽമനാറിലൂടെയാണ്. ആ അൽമനാറിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പിന്നീട് കേരള നദ്വത്തുൽ മുജാഹിദീൻ അവരുടെ ഒരു പത്രം പ്രസിദ്ധീകരിച്ചപ്പോൾ ആ പത്രത്തിന് അവർ പേര് കൊടുത്തത് അൽമനാർ എന്നായിരുന്നു. ഇതേതാ അൽമനാർ? റഷീദ് റിള പ്രസിദ്ധീകരിച്ച അൽമനാറാണ്. ആ റഷീദ് റിള പ്രസിദ്ധീകരിച്ച അൽമനാറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മതപരിഷ്കരണവാദത്തിന് ഇറങ്ങിത്തിരിച്ച വക്കം മൗലവിയും കൂട്ടരും അവര് പ്രസിദ്ധീകരിച്ച ഒരു പത്രത്തിന് പിന്നെ പേര് കൊടുത്തത് അൽമനാർ എന്ന് തന്നെയായിരുന്നു. ഈ മുസ്ലിം ഐക്യ സംഘം സഹോദരങ്ങളെ ആദ്യമായി അവര് പ്രത്യക്ഷപ്പെട്ട്, അതിന്റെ ചരിത്രം കുറെ വിശദീകരിക്കണം, പക്ഷെ നമുക്ക് സമയമില്ല. ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ഇവര് മുസ്ലിമീങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞു. ആ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പലിശ അനുവദനീയമാണ് എന്നതായിരുന്നു. പലിശ അനുവദനീയമാണ്. പലിശ അനുവദനീയമാണ് എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, മുസ്ലിമീങ്ങളെ പലിശയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ഒരു ബാങ്ക് സ്ഥാപിക്കാൻ ഈ മൗലവിക്കൂട്ടം ധൈര്യപ്പെട്ടു. അങ്ങനെ ബാങ്ക് സ്ഥാപിക്കാൻ വേണ്ടി അതിന് ധനസമാഹരണം നടത്തണമല്ലോ. ആ ബാങ്കിലേക്ക് ധനനിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് മൗലവിമാർ, മുജാഹിദ് മൗലവിമാർ മുസ്ലിം സമ്പന്നരെ സമീപിച്ചു, രാഷ്ട്രീയ നേതാക്കളെ സമീപിച്ചു, പൊതുപ്രവർത്തകന്മാരെ സമീപിച്ചു, നേതാക്കന്മാരെ സമീപിച്ചു. അതിൽ അദ്ദേഹം സമീപിച്ച നേതാക്കന്മാരിൽ പ്രമുഖനായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. രാഷ്ട്രീയ രംഗത്ത് വളരെ തെളിഞ്ഞ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഈ വക്കം മൗലവിയുടെയും അതുപോലെ മുസ്ലിം ഐക്യ സംഘത്തിന്റെയും ഈ പലിശവാദമുണ്ടല്ലോ, പലിശ അനുവദനീയമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാദം, ആ വാദത്തെ രൂക്ഷമായി വിമർശിക്കുകയും അതിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഐക്യസംഘം പൊളിഞ്ഞത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ട് എഴുതിക്കൊണ്ട് തയ്യാറാക്കിയ പുസ്തകമാണ് എന്റെ കൂട്ടുകാരൻ എന്ന പേരിൽ ഈ മൊയ്തു മൗലവി. ഈ മൊയ്തു മൗലവി ഒരു മതപരിഷ്കരണവാദിയാണ്. അദ്ദേഹത്തെ കുറിച്ച് കുറെ പറയണം, അത് പിന്നെ ഒരിക്കലാകാം. ഈ മൊയ്തു മൗലവി ഉണ്ടല്ലോ, അദ്ദേഹം എഴുതിയ പുസ്തകമാണ് എന്റെ കൂട്ടുകാരൻ എന്ന പേരിൽ ഉള്ള ഈ ചരിത്ര പുസ്തകം. ഈ ചരിത്ര പുസ്തകത്തിൽ മൊയ്തു മൗലവി പറയുന്നുണ്ട്, അതിന്റെ 198 പേജിൽ മൊയ്തു മൗലവി പറയുന്നു, അങ്ങനെയുള്ള ഒരു വിഷമഘട്ടത്തിലാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് മുസ്ലിം ഐക്യ സംഘം ഉടലെടുത്തത്. അങ്ങനെയുള്ള വിഷമഘട്ടം വിശദീകരിക്കണം. 920കളിൽ 921 നടന്ന ഖിലാഫത്ത് ലഹള മലബാർ കലാപം, സ്വാതന്ത്ര്യ സമരം. ആ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തെറിയപ്പെട്ട മുസ്ലിമീങ്ങൾ, ഒത്തിരി മുസ്ലിം ചെറുപ്പക്കാർ കൊല ചെയ്യപ്പെട്ടു. ഒരുപാട് കുട്ടികൾ യതീമുകളായി, ഒരുപാട് സ്ത്രീകൾ വിധവകളായി, ഒരുപാട് കുടിലുകളും വീടുകളും ചുട്ടരിക്കപ്പെട്ടു. മുസ്ലിമീങ്ങൾക്ക് മുമ്പിൽ ശൂന്യത മാത്രമുണ്ടായിരുന്ന ഒരു കാലം.
അതൊരു ചരിത്രമാണ്. ആ ചരിത്രം ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. ഞാനിപ്പോൾ അതിന് തുനിയുന്നില്ല. ഏതായിരുന്നാലും മുസ്ലിമീങ്ങൾക്ക് മുമ്പിൽ ഭാവി ഒരു ചോദ്യചിഹ്നമായി നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ, ആ വിഷമഘട്ടത്തിലാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് മുസ്ലിം ഐക്യസംഘം ഉടലെടുത്തത്. ഒരനൈക്യവും മുസ്ലിമീങ്ങൾക്കിടയിൽ അന്നില്ല. ഒരു കുടുംബത്തെ പോലെ, ഒരു മാതാവിന്റെ പിതാവിന്റെ മക്കളെ പോലെ, ഒരു മഹല്ലിൽ ഒരു ദർസ്, ഒരു ഖതീബ്, ഒരു ഖാദി, ഒരു മുദർരിസ്, ഒരു നേതൃത്വം, ഒരു ജമാഅത്ത്, ഒരു ജുമുഅ, അങ്ങനെ എല്ലാവരും ഐക്യത്തിലും സാഹോദര്യത്തിലും ഒരു കുടുംബത്തെ പോലെ ജീവിച്ചിരുന്ന ആ നല്ല കാലം. ആ നല്ല കാലത്ത് മുസ്ലിം ഐക്യസംഘം ഉടലെടുത്തു. ആരംഭത്തിൽ തന്നെ അതിന്റെ ഉദ്ദേശവും പരിധിയും വളരെ പരിമിതമായിരുന്നുവെങ്കിലും താമസം വിന അതൊരു അഖില കേരള മുസ്ലിം സംഘടനയായി രൂപാന്തരപ്പെട്ടു. രാഷ്ട്രീയമായ യാതൊരു പരിപാടിയും അതിനുണ്ടായിരുന്നില്ലെന്ന് ആദ്യമേ വ്യക്തമാക്കപ്പെട്ടു. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തീരെ നിഷ്കാസനം ചെയ്യാനും വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാനും ആണെന്ന പാവനമായ ആദർശത്തെ മുൻനിർത്തിക്കൊണ്ട് വെളിക്ക് വന്നിട്ടുള്ള പ്രസ്തുത സംഘടന കാലാന്തരത്തിൽ നിരവധി വഴക്കിനും വയ്യാവേലക്കും ഹേതുവായി പരിണമിച്ചു. ഐക്യം ഉദ്ഘോഷിച്ചുകൊണ്ട് രംഗത്ത് വന്ന മുസ്ലിം ഐക്യസംഘം പിന്നീട് മുസ്ലിം സമുദായത്തിൽ കുറെ അനൈക്യവും വയ്യാവേലയും ഒരുപാട് കുഴപ്പങ്ങൾക്കും കാരണമായി എന്നാണ് ഈ മൊയ്തു മൗലവി പറയുന്നത്. കഴിഞ്ഞില്ല. ആദ്യം നല്ല ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടുവെങ്കിലും, ഈ മൊയ്തു മൗലവി പറയുന്നു, ആദ്യം നല്ല ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടുവെങ്കിലും ഒടുവിൽ ബാങ്ക് സ്ഥാപിക്കാനും പലിശ മേടിക്കാനുമുള്ള ശ്രമത്തിലാണ് ഐക്യസംഘം എത്തിച്ചേർന്നത്. അത് ആദ്യം അങ്ങനെ തന്നെയാണല്ലോ. ആദ്യം കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറയാ. മുജാഹിദ് ആദ്യം ഒരു സ്ഥലത്ത് വന്ന് പ്രസംഗിക്കുമ്പോ പരലോകം പറയും, സ്വർഗം പറയും, നരകം പറയും, അങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ എല്ലാവർക്കും കേൾക്കാൻ പറ്റിയതൊക്കെ പറയും. രണ്ടാമത്തെ ദിവസം മൗലവിമാര് വിഷം ഛർദ്ദിക്കാൻ തുടങ്ങും. അങ്ങനെ ഛർദ്ദിക്കുമ്പോഴാണ് മുസ്ലിമീങ്ങൾ കാഫിറാകുക, സുന്നികൾ കാഫിറാകുക, അവരെ കൊല്ലൽ നിർബന്ധമാണെന്ന് പറയുക, അവരെ ബഹിഷ്കരിക്കണമെന്ന് പറയുക, അവര് മുശ്രിക്കുകളാണെന്ന് പറയുക, അവര് ബഹുദൈവ വിശ്വാസികളാണെന്ന് പറയുക. അതൊക്കെ എപ്പോഴാ? രണ്ടാം ഘട്ടത്തിലെത്തുമ്പോഴാ. ഈ മൊയ്തു മൗലവി പറയുന്നു, ഈ മുസ്ലിം ഐക്യസംഘം കുറെ നല്ല കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്തിരുന്നു. പിന്നീട് അവരെത്തിയത് ബാങ്ക് സ്ഥാപിക്കാനും പലിശ മേടിക്കാനുമുള്ള ശ്രമത്തിലാണ് ഐക്യസംഘം എത്തിച്ചേർന്നത്. ഈ മൊയ്തു മൗലവി പിന്നീട് വിശദീകരിക്കുന്നു, ഐക്യസംഘം നേതാക്കൾ നിരാശരായി മടങ്ങിപ്പോകേണ്ടി വന്നു. അത് കുറെ വിശദീകരിച്ച് പറയാം. കാരണം ഓരോ സമ്പന്നന്റെ അടുത്ത് ചെല്ലുകയാണ്. എന്തിന്? ബാങ്കിലേക്ക് നിക്ഷേപം സ്വീകരിക്കാൻ വേണ്ടി. മുസ്ലിം മുതലാളിമാരെ സമീപിച്ചുകൊണ്ട്, സമ്പന്നന്മാരെ സമീപിച്ചുകൊണ്ട് ബാങ്കിലേക്ക് നിക്ഷേപം സ്വീകരിക്കുകയാണ്. അങ്ങനെ നിക്ഷേപം സ്വീകരിക്കാൻ പല സമ്പന്നരെടുത്തും ചെന്നപ്പോ ബാങ്കോ പലിശയോ അത് മുസ്ലിമീങ്ങൾക്ക് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൗലവിക്കൂട്ടത്തെ സമ്പന്നന്മാര് തിരിച്ചയച്ചു. നിരാശരായി മടങ്ങി. ഒന്നാം ഗഡുവിന് പണം അടച്ചവർ അടച്ച പണം ഇനി മടക്കി തരേണ്ടതില്ലെന്നും രണ്ടാമത്തെ ഗഡുവിന് ആവശ്യപ്പെടരുതെന്നും പറഞ്ഞ് ഒഴിഞ്ഞു. പലരും തടി സലാമത്താക്കി. സമുദായത്തെ അഭിവൃദ്ധിപ്പെടുത്താൻ ഉള്ള മാർഗം അല്ലാഹു കഠിനമായി വിരോധിച്ചിരിക്കുന്ന പലിശ ഹലാലാക്കുകയോ എന്ന ചോദ്യമാണ് മുസ്ലിം സമ്പന്നന്മാർ ഉന്നയിച്ചത്. അതുകൊണ്ടുണ്ടായ ദോഷഫലം ഐക്യസംഘക്കാർക്ക് നല്ലവണ്ണം അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി. ഏറ്റവും ഒടുവിൽ അഭയം പ്രാപിച്ചുകൊണ്ട്, രക്ഷ ചോദിച്ചുകൊണ്ട് മൗലവിമാർ എത്തിച്ചേർന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ വീട്ടിലായിരുന്നു. അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്, മുസ്ലിം സമുദായത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹു കഠിനമായി നിരോധിച്ച പലിശ അനുവദിക്കുകയോ? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ചോദിച്ചു. ആ ചോദ്യത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കിയ മൗലവിക്കൂട്ടം അവസാനം ബാങ്കും പലിശയും എല്ലാം പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി. അതോടുകൂടെ ഐക്യസംഘത്തിന്റെ ചരിത്രവും അവസാനിച്ചു.
ഇതാണ് കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ തുടക്കം. ചരിത്രം മറക്കരുത്. സർവമത സത്യവാദിയായ ജമാലുദ്ദീൻ അഫ്ഗാനി, അദ്ദേഹത്തിന്റെ ശിഷ്യനായ മുഹമ്മദ് അബ്ദു കള്ളുകുടിയനും വ്യഭിചാരിയും നിസ്കാരം ഉപേക്ഷിക്കുന്നവനും പലിശ അനുവദനീയമെന്ന് പ്രഖ്യാപിച്ച ലോകം കണ്ട ഏറ്റവും വലിയ തമ്മാടിയായിരുന്ന മുഹമ്മദ് അബ്ദു, ആ മുഹമ്മദ് അബ്ദുവിന്റെ ശിഷ്യനായിരുന്ന റഷീദ് റിള, ആ റഷീദ് റിള മുഅ്ജിസത്ത് നിഷേധിയായിരുന്നു, ഹദീസ് നിഷേധിയായിരുന്നു, ഖുർആൻ നിഷേധിയായിരുന്നു. അങ്ങനെ ഖുർആനിന്റെയും ഹദീസിന്റെയും മുഅ്ജിസത്തിന്റെയും നിഷേധിയായിരുന്ന റഷീദ് റിളയുടെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന അൽമനാർ, ആ അൽമനാറിന്റെ ഏതാനും കോപ്പികൾ വായിച്ചവരാണ് വക്കം മൗലവിയും കൂട്ടരും. അവരാണ് മുസ്ലിം ഐക്യ സംഘമുണ്ടാക്കിയത്. അവർ തന്നെയാണ് പലിശ അനുവദനീയമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഹീലത്തുർ റിബ എന്ന പേരിൽ കുപ്രസിദ്ധമായ പലിശ സ്വീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കുതന്ത്രം എന്ന പേരിൽ കുപ്രസിദ്ധമായ ഹീലത്തുർ റിബ പ്രസ്ഥാനത്തിന്റെ വക്താക്കളായി രംഗത്ത് വന്ന അൽമനാറിന്റെ പത്രാധിപരായിരുന്ന റഷീദ് റിളയുടെ ശിഷ്യനായിരുന്ന വക്കം മൗലവി, ആ വക്കം മൗലവിയുടെ നേതൃത്വത്തിലാണ് മുസ്ലിം ഐക്യ സംഘവും പിൽക്കാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനവും അതിനുശേഷം മുജാഹിദ് പ്രസ്ഥാനവും ഇപ്പൊ ഇങ്ങനെ ഗ്രൂപ്പും ഉപഗ്രൂപ്പും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഈ ഏടാകൂട കമ്പനിയുടെ വേര് വാസ്തവത്തിൽ കുടികൊള്ളുന്നത് ജമാലുദ്ദീൻ അഫ്ഗാനിയിലാണ്, മുഹമ്മദ് അബ്ദുവിലാണ്, റഷീദ് റിളയിലാണ് എന്ന കാര്യം സത്യവിശ്വാസികൾ മറക്കാൻ പാടില്ല. ചരിത്രവും പഠിക്കണം. മുജാഹിദിന്റെ വാചാലമായ പ്രസംഗം കൊള്ളാം, ജമാഅത്തെ ഇസ്ലാമിയുടെ വളരെ ആഗോള നിലവാരത്തിലുള്ള പ്രസംഗമൊക്കെ കൊള്ളാം, പക്ഷേ ചരിത്രം ഇരിക്കുന്നത് ചപ്പുകൊട്ടയിലാണ്. ഇത് മനസ്സിലാക്കാനും തിരിച്ചറിയാനും മുസ്ലിം സമൂഹം തയ്യാറാകണം. ഇതെങ്ങനെ നവോത്ഥാനമാകും? മദ്യപാനിക്ക് എങ്ങനെയാണ് ഇസ്ലാമിന് നവോത്ഥാനം ഉണ്ടാക്കാൻ സാധിക്കുക? പലിശ അനുവദിച്ചുകൊണ്ട് ഫത്വ പുറപ്പെടുവിക്കുന്ന, ലഹരി വസ്തുക്കൾ അനുവദനീയമെന്ന് പ്രഖ്യാപിക്കുന്ന ക്രൈസ്തവ വനിതകളോടൊപ്പം നസ്രാണി പെണ്ണുങ്ങളോടൊപ്പം സഹോദരങ്ങളെ അഭിരമിക്കുകയും അതുപോലെ ഇടപെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് സഹോദരങ്ങളെ ഇസ്ലാമിന്റെ നവോത്ഥാനത്തിന് നേതൃത്വം നൽകാനാവുക? അവരെങ്ങനെയാണ് ഇമാമുകളാവുക? അവരെങ്ങനെയാണ് ശൈഖുനമാരാവുക? അവരെങ്ങനെയാണ് നവോത്ഥാന നായകരാവുക? അവരെ പേര് ചൊല്ലിക്കൊണ്ട് എങ്ങനെയാണ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുക? അവരുടെ പേര് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് റളിയല്ലാഹു അൻഹു എന്ന് പറയുക? ഇത് തിരിച്ചറിയാൻ എന്തുകൊണ്ട് മുജാഹിദ് സുഹൃത്തുക്കൾക്ക് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി സഹോദരങ്ങൾക്ക് കഴിയുന്നില്ല? നിങ്ങൾ ചരിത്രം വായിക്കാറില്ലേ? ചരിത്ര പുസ്തകങ്ങൾ വായിക്കാറില്ലേ? ചരിത്രം പഠിക്കാറില്ലേ? ഇല്ലെങ്കിൽ പഠിക്കണം. നോക്കൂ, നിങ്ങൾ ഈ ഭിന്നിപ്പ്, ഈ ശിഥിലീകരണം സഹോദരങ്ങളെ എവിടം വരെ എത്തി? ജമാലുദ്ദീൻ അഫ്ഗാനിയിൽ നിന്ന് ആരംഭിച്ച ഇബ്നു തൈമിയ്യയുടെ തൗഹീദ് ഭിന്നിപ്പിക്കൽ പ്രസ്ഥാനത്തിൽ നിന്ന് ആരംഭിച്ച സർവമത സത്യവാദിയായിരുന്ന ജമാലുദ്ദീൻ അഫ്ഗാനി തുടർന്നു കൊണ്ടുവന്ന, അതേപോലെ റഷീദ് റിള നേതൃത്വം നൽകിയ, മുഹമ്മദ് അബ്ദു നേതൃത്വം നൽകിയ, അവരിൽ നിന്ന് കോപ്പി അടിച്ചുകൊണ്ട് വക്കം മൗലവിയും KM മൗലവിയും പിൽക്കാലത്ത് പ്രചരിപ്പിച്ച ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി മുസ്ലിം സമുദായത്തിൽ ഇപ്പൊ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാ രംഗത്തും ഭിന്നിപ്പ്. വ്യക്തി മുതൽ, കുടുംബം മുതൽ, മഹല്ല് മുതൽ എല്ലാ സ്ഥലങ്ങളിലും അനൈക്യം, എല്ലാ സ്ഥലങ്ങളിലും ഭിന്നിപ്പ്, എല്ലാ സ്ഥലങ്ങളിലും സംഘർഷാവസ്ഥ. നമ്മുടെ സമുദായത്തെ, മുസ്ലിം സമുദായത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഒരു കുടുംബത്തിലെ മക്കളെ പോലെ, മാതാവ് പിതാവിന്റെ മക്കളെ പോലെ ഒരേ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട്, ഒരേ ആരാധനാകർമ്മങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, ഒരേ രീതിയിൽ ആചാരാനുഷ്ഠാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വളരെ ഐക്യത്തിലും സാഹോദര്യത്തിലും ജീവിച്ചിരുന്ന മുസ്ലിം സഹോദരങ്ങളുടെ ചിത്രം ഇന്ന് എന്താണ്? പള്ളിയിൽ ചെന്നാൽ, പള്ളിയിലെത്തിയാൽ അവിടെ അനൈക്യമാണ്. മുസ്ലിം സഹോദരങ്ങൾ ഇസ്ലാമിന്റെ ആരംഭകാലം മുതൽ, നാം ഇസ്ലാമിനെ പരിചയപ്പെട്ട ആ കാലം മുതൽ, സ്വഹാബത്തിന്റെ കാലം മുതൽ, താബിഈങ്ങളുടെ കാലം മുതൽ പള്ളിയിലെത്തിയാൽ നിസ്കരിക്കണം. നിസ്കാരം പഠിപ്പിച്ചത് സ്വഹാബത്താണ്. കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിച്ചത് സ്വഹാബത്താണ്.
ആ നിസ്കാരത്തിൽ എന്ത് ചൊല്ലണമെന്ന് പഠിപ്പിച്ചത് സ്വഹാബത്താണ്. ആ നിസ്കാരത്തിൽ ജമാഅത്തിന് വേണ്ടി ആരൊക്കെ പോകണം, പങ്കെടുക്കണം എന്ന് പഠിപ്പിച്ചത് സ്വഹാബത്താണ്. ജുമാ നിസ്കാരത്തിന് എത്ര ബാങ്ക് കൊടുക്കണം എന്ന് പഠിപ്പിച്ചത് സ്വഹാബത്താണ്. ആ ജുമാ നിസ്കാരത്തിൽ നിർവഹിക്കപ്പെടുന്ന ഖുത്ബ ഏത് ഭാഷയിലായിരിക്കണം എന്ന് പഠിപ്പിച്ചത് സ്വഹാബത്താണ്. പക്ഷേ ആ സ്വഹാബത്തിന്റെ മാതൃക മുഴുവനും തിരസ്കരിച്ചുകൊണ്ട് ഭിന്നിപ്പിന്റെയും അനൈക്യത്തിന്റെയും പാത പിന്തുടർന്ന് മുസ്ലിം പള്ളിയിൽ ഭിന്നിപ്പുണ്ടാക്കി. ഒരു സുഫിൽ മുസ്ലിമീങ്ങൾ നിന്നാൽ കുറച്ചു കാലം മുമ്പ് വരെ എല്ലാവരും ഒരേ രൂപത്തിൽ കൈകെട്ടും, അല്ലെ? നിസ്കാരത്തിന് അല്ലാഹു അക്ബർ നിയ്യത്ത് വെച്ച് കൈകെട്ടുമ്പോൾ നെഞ്ചിന്റെ താഴെ പൊക്കിളിന്റെ മീതെ നമുക്ക് മദ്രസാകാലം മുതൽ നാം പഠിപ്പിച്ച ആ കൈകെട്ട് ഒരു സൊഫിന്റെ ഒരു തലയിൽ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ഒരു ചരടിൽ കോർത്ത മാലമണികളെ പോലെ ഒരേ രൂപത്തിൽ കൈവച്ചുകൊണ്ട്, മടമ്പൊപ്പിച്ചുകൊണ്ട്, തോളൊപ്പിച്ചുകൊണ്ട് മുസ്ലിം സഹോദരങ്ങൾ സ്വഫിൽ അണിനിരക്കുന്ന കാഴ്ച എത്ര മനോഹരമായിരുന്നു. ഇന്നോ മുഹമ്മദ് അബ്ദുവിന്റെ ശിഷ്യന്മാർ, ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ശിഷ്യന്മാർ, റഷീദ് റിദയുടെ ശിഷ്യന്മാർ സഹോദരങ്ങളെ അൽമനാറിൽ നിന്ന് ആദർശം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ മുസ്ലിം സ്വഫുകൾ ഭിന്നിച്ചു, അല്ലേ? ഇന്ന് സ്വഫിന്റെ ഒരറ്റത്ത് നിന്ന് നാം ആ അറ്റത്തേക്ക് നോക്കിയാൽ ഏതൊക്കെ രൂപത്തിലാണ് കാണുക? പരമ്പരാഗതമായി ഇസ്ലാം പഠിപ്പിച്ചതുപോലെ കൈകെട്ടുന്ന സുന്നികൾ, മറ്റൊരു വിഭാഗം ഇങ്ങനെ കൈകെട്ടുന്നവർ, ഇങ്ങനെ കൈകെട്ടുന്നവർ. ഇനി തലയിൽ കൈകെട്ടുന്നവരുണ്ടോ? അവർ പ്രത്യക്ഷപ്പെടുമോ എന്നറിയില്ല. ഒരുപക്ഷെ അടുത്ത ഭാവിയിൽ അതും പ്രതീക്ഷിക്കാം. ഇങ്ങനെ വിവിധ രൂപത്തിൽ കൈകെട്ടുന്നവർ, വിവിധ രൂപത്തിൽ കൈകൾ വെക്കുന്നവർ, വിവിധ രൂപത്തിൽ നിസ്കരിക്കുന്നവർ. എങ്ങനെയാണ് മുസ്ലിം സ്വഫിനെ ഇവർ ഭിന്നിപ്പിച്ചത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മുസ്ലിം സ്വഫുകളെ ഭിന്നിപ്പിച്ചു. ഒരേ രൂപത്തിലും ഒരേ മാതൃകയിലും മുസ്ലിമീങ്ങൾ അനുഷ്ഠിച്ചിരുന്ന നിസ്കാരം, ആ നിസ്കാരത്തിൽ സഹോദരങ്ങളെ ഭിന്നിപ്പുണ്ടാക്കി, ആ നിസ്കാരത്തിൽ ശിഥിലീകരണം ഉണ്ടാക്കി. ഒരേ രൂപത്തിലും ഭാവത്തിലും കണ്ടിരുന്ന സ്വഫുകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വേലി ഇറക്കവും വേലി ഏറ്റവും നമ്മുടെ സ്വഫിൽ തന്നെ കാണാൻ തുടങ്ങി. ആരാണ് കാരണക്കാർ? സർവമത സത്യവാദത്തിന്റെ വക്താവായി രംഗത്ത് വന്ന ജമാലുദ്ദീൻ അഫ്ഗാനിയും അദ്ദേഹത്തിന്റെ ശിഷ്യനായി രംഗത്ത് വന്ന പലിശബോജിയും മദ്യപാനിയുമായിരുന്ന ലോകം കണ്ട ഏറ്റവും വലിയ തമ്മാടി മുഹമ്മദ് അബ്ദു. ആ മുഹമ്മദ് അബ്ദുവിന്റെ ശിഷ്യനായ മുഅ്ജിസത്ത് നിഷേധിയും ഹദീസ് നിഷേധിയുമായിരുന്ന റഷീദ് റിദ അദ്ദേഹത്തിന്റെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന അൽമനാർ, ആ അൽമനാറിൽ നിന്ന് കടം കൊണ്ട ആശയം സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വന്ന വക്കം മൗലവിയും കെ എം മൗലവിയും പ്രചരിപ്പിച്ച ആദർശം സ്വീകരിച്ചവർ സഹോദരങ്ങളെ മുസ്ലിം സ്വഫുകൾ ഭിന്നിപ്പിച്ചു. അതുകൊണ്ട് അവസാനിച്ചുവോ? നിസ്കാരം കഴിഞ്ഞു, സലാം വീട്ടിക്കഴിഞ്ഞാൽ ദിക്ർ ചൊല്ലണം, ദുആ നടത്തണം. എന്താണ് ദുആയിൽ പറയുന്നത്? ഈ നിസ്കാരത്തിലും ജമാഅത്തിലും സംബന്ധിച്ച മുസ്ലിമീങ്ങൾക്ക് പടച്ചവനെ നീ ബറക്കത്ത് ചെയ്യണമേ, അവർക്ക് നീ ഐശ്വര്യം കൊടുക്കണമേ, അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം കൊടുക്കണമേ, അവരുടെ കച്ചവടങ്ങളിൽ നീ ഐശ്വര്യം വർദ്ധിപ്പിക്കണമേ, അവരുടെ കൃഷിയിൽ നീ ബറക്കത്തുണ്ടാക്കി കൊടുക്കണമേ, അവരുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണമേ, അവരുടെ തെറ്റുകുറ്റങ്ങൾക്ക് നീ മാപ്പ് കൊടുക്കണമേ എന്ന് നിസ്കാരത്തിന് നേതൃത്വം നൽകിയ ഇമാമ് ദുആ ചെയ്യുന്നു. മുസ്ലിമീങ്ങളെല്ലാവരും അത് നീ സ്വീകരിക്കണമേ പടച്ചവനെ എന്ന് ആത്മാർത്ഥമായി ആമീൻ പറയുന്നു. അങ്ങനെ ഒന്നിച്ച് നിസ്കരിച്ച് ഒന്നിച്ച് കൂട്ടമായി ദുആ ചെയ്യുന്ന ഐക്യരൂപം, ആ ഐക്യരൂപം ശിഥിലീകരിച്ചുകൊണ്ട് മുസ്ലിം സ്വഫുകളെയും മുസ്ലിം ജമാഅത്തുകളെയും കഷണം കഷണമായി വെട്ടിമുറിച്ച് ഭിന്നിപ്പിച്ച് ഈ സമുദായത്തെ കഷണം കഷണമാക്കി വെട്ടിനുറുക്കിയ ഭിന്നിപ്പിച്ച ഉത്തരവാദിത്വം സഹോദരങ്ങളെ ആർക്കാണ്? ജമാലുദ്ദീൻ അഫ്ഗാനിയിൽ നിന്നും റഷീദ് റിദയിൽ നിന്നും മുഹമ്മദ് അബ്ദുവിൽ നിന്നും പ്രചോദനം സ്വീകരിച്ച വക്കം മൗലവിയിൽ നിന്നും കെ എം മൗലവിയിൽ നിന്നും ആദർശം സ്വീകരിച്ച കേരളത്തിലെ മുജാഹിദുകൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കുമല്ലേ? ഇത് പള്ളിയിൽ അങ്ങനെ സുബഹി നിസ്കാരം നിർവഹിക്കുന്നു മുസ്ലിമീങ്ങൾ.
രണ്ടാമത്തെ റക്അത്തിലെ ഇഅ്തിദാലിന് ശേഷം അവർ കൂട്ടമായി പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈ വആഫിനി ഫീമൻ ആഫൈ. എല്ലാവരും ഒരുമിച്ച് ഒരേ ശബ്ദത്തിലും ഈണത്തിലും സഹോദരങ്ങളെ ഖുനൂത്ത് നിർവഹിക്കുന്നു. ഇമാമിന്റെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുന്നു. അപ്പോൾ ഈ റഷീദ് റിളയുടെ ആളുകൾ, ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ആളുകൾ, മുഹമ്മദ് അബ്ദു എന്ന മുഅ്ജിസത്ത് നിഷേധിയുടെ ആളുകൾ, ഹദീസ് നിഷേധിയുടെ ആളുകൾ, വക്കം മൗലവിയുടെയും കെ എം മൗലവിയുടെയും ആളുകൾ, അവര് അതേ സൊഫിൽ നിന്നുകൊണ്ട് തന്നെ കൈ താഴ്ത്തിപ്പിടിച്ച് ആ പ്രാർത്ഥനയോട് നിസ്സഹകരണം കാണിക്കുന്നു. അവിടെ മുസ്ലിം സൊഫിൽ അനൈക്യമുണ്ടാക്കുന്നു, മുസ്ലിം ജമാഅത്തിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുന്നു. ഇത് പള്ളിയിലെയും നിസ്കാരത്തിലെയും കാര്യമാണെങ്കിൽ ഒരു മുസ്ലിം സഹോദരനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന രംഗമാണ് ഉറ്റവരുടെയും ഉടയവരുടെയും മരണം. അല്ലേ? സ്വന്തം പിതാവ് മരണപ്പെട്ട് കിടക്കുന്നു. ആ മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പാടില്ല. എന്തായിരുന്നു പഴയ കാലങ്ങളിൽ നിലവിലുണ്ടായിരുന്ന ആചാരം? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടം മുതൽക്ക് തന്നെ നിലവിലുണ്ടായിരുന്ന ആചാരം എന്താണ്? ഇന്നലെ കാടാമ്പുഴയിൽ നടത്തിയ പ്രസംഗത്തിൽ ആചാരങ്ങളെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുമേനി വഫാത്തിന് ശേഷം ജനാസ കട്ടിലിൽ വെച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. അവിടെ ഒരുമിച്ച് കൂടിയ സ്വഹാബത്ത് മുഴുവനും ആ പ്രാർത്ഥനകൾക്ക് ആമീൻ ചൊല്ലി. ഈ വിഷയം അല്ലാമ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വന്നിഹായ എന്ന ഗ്രന്ഥത്തിൽ വിശദമായി തെളിവുകൾ സമർത്ഥിച്ചുകൊണ്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടം മുതൽക്ക് തന്നെ നടന്നിട്ടുള്ള മയ്യത്തിന് വേണ്ടി, മരിച്ച വ്യക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, സ്വന്തം പിതാവ് മരിച്ചു കിടക്കുമ്പോ ആ പിതാവിന്റെ ജനാസ കട്ടിലിൽ വെച്ചതിന് ശേഷം അദ്ദേഹം 10, 60, 70 കൊല്ലക്കാലം ജീവിച്ച വീട്ടിൽ നിന്ന്, അദ്ദേഹം ജീവിച്ച മക്കൾക്കിടയിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന്, ഉറ്റവരിൽ നിന്ന്, ഉടയവരിൽ നിന്ന് ആ മയ്യത്ത് കട്ടിലിൽ വെച്ച് പുറത്തേക്ക് വെച്ചിരിക്കുന്നു. അങ്ങനെ പുറത്തേക്ക് വെച്ച കട്ടിലിൽ കിടക്കുന്ന ഉപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, പടച്ചവനെ എന്റെ മാതാവിന് നീ പൊറുത്തു കൊടുക്കണമേ, എന്റെ പിതാവിന് നീ പൊറുത്തു കൊടുക്കണമേ എന്ന് ഒരു മകൻ പ്രാർത്ഥിച്ചുകൂടാ. അങ്ങനെ ഒരു പ്രാർത്ഥനക്ക് പള്ളിയിലെ ഉസ്താദ് നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ, അവിടെ തടിച്ചുകൂടിയ മുസ്ലിമീങ്ങളെല്ലാവരും നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ, ആ മുസ്ലിങ്ങളോടൊപ്പം ഉസ്താദിനോടൊപ്പം ആ പ്രാർത്ഥനയിൽ പങ്കാളിയായി സ്വന്തം ഉമ്മാക്ക് വേണ്ടി ഒരു ആമീൻ, സ്വന്തം ഉപ്പാക്ക് വേണ്ടി ഒരു ആമീൻ ഈ മകൻ ചൊല്ലിക്കൂടാ, പറഞ്ഞുകൂടാ. അത് ബിദ്അത്താണ്. ബിദ്അത്ത് മുഴുവനും പിഴച്ചതാണ്. പിഴച്ചതൊക്കെയും നരകത്തിലാണ്. അതുകൊണ്ട് ഉപ്പാക്ക് വേണ്ടി പടച്ചവനെ നീ പൊറുത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഉസ്താദിന്റെ പ്രാർത്ഥനക്ക്, എന്റെ ഉമ്മാക്ക് വേണ്ടി പൊറുത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഉസ്താദിന്റെ പ്രാർത്ഥനക്ക് ആമീൻ ചൊല്ലിയാൽ, ആമീൻ ചൊല്ലുന്നവൻ നരകത്തിലാണ്, അവൻ പിഴച്ചവനാണ്, അവൻ നരകത്തിൽ പോകേണ്ടവരാണ് എന്ന് പറയുന്ന ഭിന്നിപ്പിന്റെ സ്വരം. മരണപ്പെട്ട പിതാവിന് വേണ്ടി പള്ളിയിലെ ഉസ്താദ് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മുസ്ലിമീങ്ങൾ എല്ലാവരും അതിന് ആമീൻ പറയുന്നു. ആ ആമീന്റെ കൂടെ മക്കളും ആമീൻ പറയുന്നു. പക്ഷേ അവിടെയും ഭിന്നിപ്പ്. കാരണം മക്കളിൽ ഒരുത്തൻ മുജാഹിദാണ്. അവൻ പറയുന്നത് ഉപ്പാക്ക് വേണ്ടി ആമീൻ ചൊല്ലിക്കൂടാ, മരിച്ച പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൂടാ. ഒരു മകൻ വളരെ ഭക്തി പുരസ്സരം ആമീൻ ആമീൻ എന്ന് പറയുമ്പോൾ മറ്റേ മകൻ മുജാഹിദാണ്, നദ്വത്തുൽ മുജാഹിദീന്റെ ആളാണ്. അവൻ ഉപ്പയുടെ കട്ടിലിന്റെ, മയ്യത്ത് കട്ടിലിന്റെ പിന്നിൽ ഇങ്ങനെ നെഞ്ചു വിരിച്ചുകൊണ്ട് കൈ പിന്നോട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ആമീൻ പറഞ്ഞുകൂടാ. ആമീൻ പറഞ്ഞുകൂടാ എന്ന് മാത്രമല്ല, ഞാൻ ആമീൻ പറയുന്നവനല്ല എന്ന് സമുദായത്തിന്റെ മുമ്പിൽ തെളിയിക്കുകയും വേണം. അതുകൊണ്ട് അവൻ നെഞ്ചു വിരിച്ചുകൊണ്ട് മുമ്പ് ആദമിന്റെ മുമ്പിൽ ഇബ്ലീസ് നിന്നതുപോലെ ജനാസക്ക് മുമ്പിൽ, മയ്യത്തിന് മുമ്പിൽ, പിതാവിന്റെ ജനാസക്ക് മുമ്പിൽ ഈ മകൻ നിൽക്കുന്നു. ആമീൻ പറഞ്ഞുകൂടാ. ഭിന്നിപ്പ്, മരണ വീട്ടില് ഭിന്നിപ്പ്. വൈകുന്നേര സമയത്ത് ഉപ്പ മരിക്കുന്നു. വൈകുന്നേര സമയത്ത് മരണപ്പെട്ടാൽ രാത്രി കബറടക്കവും മയ്യത്ത് സംസ്കരണ പ്രവർത്തനങ്ങളും ഒക്കെ പ്രയാസമാണ്. ദൂരെ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ വരാനുള്ള സമയം വേണം. അതുകൊണ്ട് സ്വാഭാവികമായും നാം തീരുമാനിക്കാറുള്ളത് രാവിലെയാകാം മയ്യത്ത് സംസ്കരണം, രാവിലെയാകാം കബറടക്കം എന്ന് തീരുമാനിക്കും. സ്വാഭാവികമായും എന്ത് സംഭവിക്കും? രാത്രി മുഴുവനും ഉപ്പയുടെ മയ്യത്ത് കട്ടിലിൽ കിടക്കുകയാണ്.
ഉമ്മയുടെ മയ്യത്ത് കട്ടിലിൽ കിടക്കുകയാണ്. മുസ്ലിമീങ്ങൾ ഇതുവരെ സ്വീകരിച്ച നിലപാടെന്താണ്? അങ്ങനെ മയ്യത്ത് കട്ടിലിൽ കിടക്കുമ്പോൾ ദീർഘനേരം, രാത്രി മുഴുവനും അല്ലെങ്കിൽ പകലിൽ ഒരുപാട് മണിക്കൂറുകൾ മയ്യത്ത് സംസ്കരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നത് വരെ, ഉറ്റവരും ഉടയവരും എത്തിച്ചേരുന്നത് വരെ, പള്ളിപ്പറമ്പിൽ ഖബർ തയ്യാറാകുന്നത് വരെ ഈ മയ്യത്തിനെ ഇവിടെ സൂക്ഷിക്കേണ്ടതുണ്ടല്ലോ. അങ്ങനെ മയ്യത്ത് സൂക്ഷിക്കപ്പെടുമ്പോൾ മുസ്ലിമീങ്ങൾ ആചരിച്ചിരുന്ന നിലപാടെന്താണ്? അവര് സ്വീകരിച്ചിരുന്ന നിലപാടെന്താണ്? രാത്രിയാണെങ്കിൽ ആ മരണപ്പെട്ടു പോയ ഉപ്പയുടെ മക്കൾ, അല്ലെങ്കിൽ അയൽപ്പക്കങ്ങളിൽ നിന്ന് വന്ന സഹോദരങ്ങൾ, അതുമല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന മുതഅല്ലിമീങ്ങൾ, അവരിങ്ങനെ ഊഴം വെച്ച് ഖുർആൻ ഓതുകയാണ്. 2 മണിക്കൂർ സമയം കുറെ പേര് ഖുർആൻ ഓതും, പിന്നെ അവർ ഉറങ്ങാൻ വേണ്ടി പോകും, മറ്റൊരു കൂട്ടർ പിന്നീട് ഖുർആൻ ഓതും. അങ്ങനെ മാറി മാറി രാത്രി മുഴുവനും ഈ പിതാവിന്റെ ജനാസക്ക് സമീപം, മയ്യത്തിന് സമീപം ഖുർആൻ പാരായണമാണ്. ആ ഖുർആൻ പാരായണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. അങ്ങനെ റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യത്തിന് കാരണമാകുന്ന പരിശുദ്ധ ഖുർആൻ അങ്ങനെ ഈണത്തിൽ ഓതിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളും മുതിർന്നവരും. അപ്പോഴാണ് മയ്യത്തിന്റെ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ മക്കളിൽ നിന്ന് ഒരു ISMകാരൻ അവൻ പറയുന്നു, ഉപ്പാക്ക് വേണ്ടി ഖുർആൻ ഓതിക്കൂടാ, ഉപ്പാക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല, ഉമ്മാക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നത് ബിദ്അത്താണ്, ബിദ്അത്ത് പഴച്ചതാണ്, പഴച്ചത് നരകത്തിലാണ്, അതുകൊണ്ട് ഖുർആൻ ഓതുന്നവരൊക്കെ നരകത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ISMകാരൻ രംഗത്ത് വരുന്നു. അപ്പുറത്ത് നിന്ന് ഒരു KNMകാരൻ രംഗത്ത് വരുന്നു, ഇപ്പുറത്ത് നിന്ന് ഒരു സോളിഡാരിറ്റിക്കാരൻ രംഗത്ത് വരുന്നു. അങ്ങനെ മൈലമ്മക്ക് വെള്ളം കുത്തുന്ന സോളിഡാരിറ്റിക്കാരനും അതുപോലെ ISMകാരനും KNMകാരും എല്ലാവരും മരണ വീട്ടിൽ രംഗത്ത് വന്നുകൊണ്ട് പറയുന്നു, ഉപ്പാക്ക് വേണ്ട ഖുർആൻ, ഉമ്മാക്ക് വേണ്ട ഖുർആൻ. മക്കള് തമ്മിൽ സംഘർഷമായി. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന മക്കളും ഖുർആൻ ഓത്ത് ബിദ്അത്താണ്, നരകത്തിലാണ് എന്ന് പറയുന്ന മക്കളും, 2 കൂട്ടരും മയ്യത്തിന്റെ സമീപം വെച്ച് സംഘർഷം, ഭിന്നിപ്പ്. ആരാണിതുണ്ടാക്കിയത്? ആരാണ് മരണ വീട്ടിൽ കുഴപ്പമുണ്ടാക്കിയത്? സഹോദരങ്ങളെ, ആരാണ് മരണ വീട്ടിൽ സംഘർഷമുണ്ടാക്കിയത്? ആരാണ് മരണ വീട്ടിൽ ഭിന്നിപ്പുണ്ടാക്കിയത്? ഞാൻ നേരത്തെ പറഞ്ഞ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ശിഷ്യന്മാരാണ്, മുഹമ്മദ് അബ്ദുവിന്റെ അനുയായികളാണ്, റഷീദ് റിളയുടെ അനുയായികളാണ്. റഷീദ് റിളയുടെയും മുഹമ്മദ് അബ്ദുവിന്റെയും ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും തോന്നിവാസങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ആ തോന്നിവാസങ്ങൾ ലോകത്ത് പ്രചരിപ്പിച്ച ഈ മൗലവിമാർ അവരുടെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട്, അവരിൽ നിന്ന് ആദർശം സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ISMകാരനും സോളിഡാരിറ്റിക്കാരനും KNMകാരനും മരണ വീട്ടിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു. ഉപ്പാക്ക് വേണ്ടി ഖുർആൻ പാരായണം പാടില്ല, ഉമ്മാക്ക് വേണ്ടി ഖുർആൻ ഓതിക്കൂടാ. ഉപ്പയുടെയും ഉമ്മയുടെയും മയ്യിത്തുകൾ കട്ടിലിൽ വെച്ചതിന് ശേഷം ആ ജനാസക്ക് മുമ്പിൽ പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുമ്പോ ആ പ്രാർത്ഥനക്ക് ആമീൻ ചൊല്ലിക്കൂടാ. അങ്ങനെ മരണ വീട്ടിൽ ഭിന്നിപ്പായി. തീർന്നോ ഭിന്നിപ്പ്? തീർന്നില്ല. സ്വന്തം ഉമ്മയുടെ ജനാസ അല്ലെങ്കിൽ ഉപ്പയുടെ ജനാസ കട്ടിലിൽ വെച്ച് ആളുകൾ പൊക്കിയെടുത്ത് പള്ളിയിലേക്ക് നടക്കുകയാണ്. പള്ളിയിലേക്ക് നടക്കുമ്പോ കുറച്ചു ദൂരം നടക്കാനുണ്ടെങ്കിൽ മയ്യത്ത് പള്ളിയിലെത്തുന്നത് വരെ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ട് മയ്യത്തിനെ പിന്തുടരണമെന്നാണ്. അക്സിറൂ ഫിൽ ജനാസത്തി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് നിങ്ങൾ മയ്യത്തിന്റെ കൂടെ പെരുപ്പിക്കണം, വർദ്ധിപ്പിക്കണം. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് പോകണമെന്നാണ് റസൂലുള്ളാഹ് പറഞ്ഞത്. അത് തന്നെയാണ് ലോകത്ത് ഇന്ന് വരെ മുസ്ലിമീങ്ങൾ പിന്തുടർന്നു വന്നതും. പക്ഷേ ഇപ്പോൾ ഭിന്നിപ്പായി. മയ്യത്ത് ഉപ്പ മരിച്ചാൽ മരിച്ചത് മുതൽക്ക് ഭിന്നിപ്പ്. അവിടെ ഖുർആൻ ഓതാൻ പാടില്ല. ഉമ്മ മരിച്ചാൽ ഖുർആൻ ഓതാൻ പാടില്ല. അവിടെ തുടങ്ങി ഭിന്നിപ്പും സംഘർഷവും. പിന്നെ മുറ്റത്തേക്ക് നീളുന്നു. മുറ്റത്ത് വെച്ച് ഉപ്പാക്ക് വേണ്ടി ഉസ്താദ് ദുആ ചെയ്യുമ്പോ ISMകാരൻ പറയുന്നു പറ്റൂല, KNMകാരൻ പറയുന്നു അത് പറ്റൂല, അത് ബിദ്അത്താണ്, ബിദ്അത്ത് നരകത്തിലാണ്. അങ്ങനെ മുറ്റത്തും സംഘർഷം. അങ്ങനെ ഒരു വിധം ഈ ഉപ്പയുടെ മയ്യത്ത് ഉമ്മയുടെ മയ്യത്ത് കട്ടിലിൽ വെച്ച് പൊക്കിയെടുത്ത് അങ്ങനെ നടക്കുകയാണ്. നടക്കുമ്പോ പള്ളിയിലെ മൊല്ലാക്ക അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവന്മാര്, നല്ല മനുഷ്യന്മാര്
മയ്യത്തിന്റെ കൂടെ പോകല്ലേ, മരണം ഓർക്കേണ്ട സമയമല്ലേ, എങ്കിൽ മരണം ഓർമ്മ വരണമെങ്കിൽ അതിനാവശ്യമായ ഒരു അന്തരീക്ഷം വേണമല്ലോ. മയ്യത്തിന്റെ കൂടെ പ്രകടനം പോകുന്നത് പോലെ അങ്ങനെ പോയി ആളുകൾ കുറെ ഗീബത്ത് പറഞ്ഞ്, കുറെ നമീമത്ത് പറഞ്ഞ്, കുറെ രാഷ്ട്രീയം പറഞ്ഞ്, കുറെ കളിതമാശകൾ പറഞ്ഞ് അങ്ങനെ മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ സ്വാഭാവികമായും മരണത്തെക്കുറിച്ചുള്ള ചിന്ത വരില്ല. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ഓർക്കണമെങ്കിൽ അതിനാവശ്യമായ അന്തരീക്ഷം വേണം. അതിന് പറ്റിയ അന്തരീക്ഷമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ദിക്ർ സൃഷ്ടിക്കുക. അപ്പോ ഈണത്തിൽ വളരെ വളരെ സാവകാശത്തിൽ വളരെ പതുക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ദിക്ർ അങ്ങനെ ചൊല്ലി ചൊല്ലി അങ്ങനെ നടക്കുമ്പോൾ ഇതാ ഇന്നലെ വരെ എന്റെ കൂടെ നടന്നവനാണ് ഇന്ന് കട്ടിലിൽ കിടക്കുന്നത്, നാളെ ഞാനും ഒരു പക്ഷേ മയ്യത്ത് കട്ടിലിലെത്തും. ഇന്നലെ വരെ ഈ റോട്ടിലൂടെ തന്നെ എന്റെ കൈ പിടിച്ച് നടന്ന സുഹൃത്ത് ഇന്ന് കട്ടിലിൽ കിടത്തി ആളുകൾ ചുമന്ന് അങ്ങോട്ട് ഖബറിലേക്ക് കൊണ്ടുപോവുകയാണ്. നാളെ ഞാനും ഒരു പക്ഷേ ഇങ്ങനെ വഹിക്കപ്പെട്ടേക്കും, ഇങ്ങനെ ചുമക്കപ്പെട്ടേക്കും എന്ന ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരാൻ പറ്റിയ നിമിഷം, പറ്റിയ അന്തരീക്ഷം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ദിക്റിലൂടെ സൃഷ്ടിക്കപ്പെടുമെന്ന് മുസ്ലിമീങ്ങൾക്ക് അറിയാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുമാണ്. അത് സ്വീകരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോ അപ്പോഴാണ് പിതാവിന്റെ മകൻ ISM-കാരൻ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ അനുയായി, മുഹമ്മദ് അബ്ദുവിന്റെ അനുയായി, റഷീദ് റിളയുടെ പിൻഗാമി പെട്ടെന്ന് ആ വിലാപയാത്രയിൽ നിന്നിങ്ങനെ പുറത്തേക്ക് നിന്നുകൊണ്ട് ദിക്ർ പാടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലാൻ പാടില്ല. ഭിന്നിപ്പായി. പള്ളിയിൽ മയ്യത്ത് എത്തുന്നത് വരെ സംഘർഷമായി. പാശ്ചാത്യ സംസ്കാരത്തിന് മുമ്പിൽ അടിയറ വെച്ച് സമർപ്പിച്ച ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദുവും റഷീദ് റിളയും ഇവരാണ് സഹോദരങ്ങളെ ഈ ഭിന്നിപ്പിന്റെ അടിസ്ഥാന കാരണക്കാർ. അവരിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ചുകൊണ്ടാണ് വക്കം മൗലവിയും അതുപോലെ അദ്ദേഹത്തിന്റെ അനുയായികളും പിൽക്കാലത്ത് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പ്രചരിപ്പിച്ചു തുടങ്ങിയത്. അവിടെ ഭിന്നിപ്പ്. ഇനി നിങ്ങൾ നോക്കൂ, ഖബറിൽ മയ്യത്ത് വെച്ചാൽ അവിടെയും ഭിന്നിപ്പാണ്. മയ്യത്ത് ഖബറിൽ വെച്ചതിന് ശേഷം അവിടെ പ്രമാണബദ്ധമായി തെളിയിക്കപ്പെട്ട ഇബ്നു തൈമിയ്യ പോലും അംഗീകരിച്ച ഒരു സുന്നത്താണ് മയ്യത്തിന് വേണ്ടി തൽക്കീൻ ചൊല്ലുക എന്നത്. മയ്യത്തിന് വേണ്ടി തൽക്കീൻ ചൊല്ലാൻ അനുവദിക്കുമോ മുജാഹിദുകൾ? ജമാഅത്തെ ഇസ്ലാമി അനുവദിക്കുമോ? ഇല്ല. അവിടെയും സംഘർഷം. അങ്ങനെ വ്യക്തി മരിച്ച് മയ്യത്തായത് മുതൽ സംഘർഷം തുടങ്ങുകയാണ് മരണ വീട്ടിൽ. ഉപ്പാക്ക് വേണ്ടി ആമീൻ ചൊല്ലിക്കൂടാ, ഉമ്മാക്ക് വേണ്ടി ആമീൻ പറഞ്ഞുകൂടാ, പ്രാർത്ഥിച്ചുകൂടാ. അതുപോലെ അവന് വേണ്ടി ദാനധർമ്മങ്ങൾ കൊടുത്തുകൂടാ, മയ്യത്തിന് വേണ്ടി ദിക്റുകൾ ചൊല്ലിക്കൂടാ, മയ്യത്തിന് വേണ്ടി തൽക്കീൻ ചൊല്ലിക്കൂടാ. അങ്ങനെ തുടങ്ങി സഹോദരങ്ങളെ മരണ വീട്ടിൽ സംഘർഷവും അനൈക്യവും സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ മുജാഹിദുകൾ മുസ്ലിം സമുദായത്തെ കഷണം കഷണമായി മുറിവേൽപ്പിച്ചു. കഴിഞ്ഞുവോ? ഇങ്ങനെ മരണ വീട്ടിലും കല്യാണ വീട്ടിലും എന്ന് മാത്രമല്ല, പരിശുദ്ധ റമദാനു ശരീഫ് വന്നാൽ, അതേപോലെ വെള്ളിയാഴ്ച ദിവസം വന്നാൽ, വെള്ളിയാഴ്ച ദിവസം എന്തൊക്കെയാണ് ഭിന്നിപ്പുകൾ. ലോകത്ത് മുസ്ലിമീങ്ങളെല്ലാവരും ആചരിച്ചും അനുഷ്ഠിച്ചും വരുന്ന ഒരു ജുമുഅയുണ്ട്. ആ ജുമുഅയിൽ വെള്ളിയാഴ്ച ഖുത്ബ അറബിയിലാണ്, അല്ലേ? അറബിയിലാണ്. ലോകത്തുള്ള മുസ്ലിമീങ്ങൾ എല്ലാവരും അറബിയിലാണ് ഖുത്ബ നിർവഹിക്കുന്നത്. കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി എത്തിച്ചേർന്ന സ്വഹാബത്ത് അവർക്കറിയാമായിരുന്നല്ലോ ഇസ്ലാമിക പ്രബോധനത്തിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഇസ്ലാമിലേക്ക് വന്നവരാണ് ജുമുഅക്കെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്തവരാണ്. ആയതുകൊണ്ട് അവർക്ക് മലയാളത്തിലോ അല്ലെങ്കിൽ കേരളത്തിന്റെ ഭാഷയിലോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഈ ജുമുഅ അവർക്ക് കൂടുതൽ ഫലപ്രദമാകും, അവർക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിക്കുവാനുള്ള അവസരമാകും എന്നറിയാവുന്നവരായിരുന്നു സ്വഹാബത്ത്. പക്ഷേ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മറ്റ് വേദികളും മറ്റ് സമയങ്ങളും കണ്ടെത്തിയ സ്വഹാബത്ത് ജുമുഅ ഖുത്ബ അറബിയിൽ തന്നെ നിർവഹിച്ചു. അത് മക്കത്തും മദീനത്തും കൊടുങ്ങല്ലൂരിലും കാസർഗോഡും ശ്രീകണ്ഠപുരത്തും മാടായിലും സ്വഹാബത്ത് എവിടെയൊക്കെ പള്ളിയും ജുമുഅയും സ്ഥാപിച്ചുവോ അവിടെയെല്ലാം അവരെ അറബിയിൽ തന്നെ ഖുത്ബ നിർവഹിച്ചു. കേരളത്തിൽ മുജാഹിദുകൾ അത് മലയാളത്തിലാക്കി. ഖുത്ബ മലയാളത്തിൽ. ജുമുഅക്ക് എത്രയാ ബാങ്ക്? മുസ്ലിമീങ്ങൾ പരമ്പരാഗതമായി ചെയ്തു വരുന്നത് രണ്ടാണെങ്കിൽ ഒന്നാക്കുമ്പോഴല്ലേ ഭിന്നിപ്പുണ്ടാവുള്ളൂ. ആ രണ്ടെണ്ണം നിലനിർത്തിയ പിന്നെ ഭിന്നിപ്പുണ്ടാവുമല്ലോ. അതുകൊണ്ട് ആ രണ്ട് മാറ്റി ഒന്നാക്കി. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നാം ജുമുഅയിൽ സംബന്ധിച്ചു.
ആ ജുമാക്ക് നമ്മൾ ബാങ്ക് കൊടുത്തത് എത്രയാണ്? 2 ബാങ്ക്. സഹോദരങ്ങളെ, ആ 2 ബാങ്കും നമ്മൾ കൊടുത്തത് എങ്ങോട്ട് തിരിഞ്ഞാണ്? പുത്തനത്താണിയിലെ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികളിൽ ജുമുഅ നടന്നു. ആ ജുമുഅക്ക് വേണ്ടി 2 ബാങ്ക് വിളിച്ചു. ആ ബാങ്ക് എങ്ങോട്ട് തിരിഞ്ഞാ വിളിച്ചത്? മക്കത്തെ പള്ളിയിലേക്ക് തിരിഞ്ഞാണ് വിളിച്ചത് 2 ബാങ്ക്, അല്ലേ? കഴിഞ്ഞ വെള്ളിയാഴ്ച മക്കത്തെ പള്ളിയിൽ ജുമുഅ നടന്നിട്ടുണ്ട്. ആ ജുമുഅക്ക് എത്ര ബാങ്കാ വിളിച്ചത്? 2 ബാങ്ക്. മക്കത്തെ പള്ളിയിൽ ബാങ്ക് 2. പുത്തനത്താണിയിലെ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികളിലും ബാങ്ക് 2. ആ ബാങ്ക് 2ഉം കൊടുത്തത് മക്കത്തെ പള്ളിയിലേക്ക്. ആ മക്കത്തെ പള്ളിയിലേക്ക് കൊടുത്ത ബാങ്ക് അതേ ദിവസം അതേ ജുമുഅക്ക് തന്നെ മക്കത്തെ പള്ളിയിൽ ബാങ്ക് കൊടുത്തത് എത്രയാണ്? 2 ബാങ്ക് തന്നെയാണ്, അല്ലേ? എന്നാൽ പുത്തനത്താണിയിലെ തന്നെ ചില ബിദ്ഈ പള്ളികളിൽ, അതുപോലെ കേരളത്തിലെ ചില പുത്തൻവാദികളുടെ പള്ളികളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമുഅ എന്ന പേരിൽ മീറ്റിംഗ് നടന്നല്ലോ, ഖുതുബ എന്ന പേരിൽ പ്രസംഗം നടന്നല്ലോ. ആ പ്രസംഗത്തിന് മുമ്പ് ബാങ്ക് കൊടുത്തല്ലോ. എത്ര ബാങ്കാ കൊടുത്തത്? 1 ബാങ്ക്, അല്ലേ? 1 ബാങ്കാണ് കൊടുത്തത്. ആ 1 ബാങ്ക് എങ്ങോട്ട് തിരിഞ്ഞാ കൊടുത്തത്? മക്കത്തെ പള്ളിയിലേക്ക് തിരിഞ്ഞാണ് കൊടുത്തത്, അല്ലേ? മക്കത്തെ പള്ളിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമുഅക്ക് എത്രയാ ബാങ്ക്? 2 കഴിഞ്ഞ വെള്ളിയാഴ്ചയും ജുമുഅക്ക് മക്കത്തെ പള്ളിയിൽ ബാങ്ക് 2. എന്നാൽ അതേ 2 ബാങ്ക് കൊടുത്ത മക്കത്തെ പള്ളിയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് കേരളത്തിലെ മുജാഹിദുകൾ 1 ബാങ്ക് കൊടുത്തു. എന്തുകൊണ്ട് ഇവർക്ക് എടവണ്ണ പള്ളിയിലേക്ക് തിരിഞ്ഞുകൂടാ? അല്ലെങ്കിൽ പുളിക്കല പള്ളിയിലേക്ക് തിരിഞ്ഞുകൂടാ? അവിടെയല്ലേ 1 ബാങ്ക് ഉള്ളത്. മക്കത്തെ പള്ളിയിൽ 2 ബാങ്കല്ലേ? ഈ 2 ബാങ്കുള്ള പള്ളിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് എങ്ങനെയാ ഇവർ 1 ബാങ്ക് കൊടുത്തത്? അതിന് പറയുന്ന കാരണമാണെങ്കിൽ അതിലേറെ രസാവഹം. എന്താ നിങ്ങൾ 2 ബാങ്ക് ഒന്നാക്കി ചുരുക്കുവാൻ കാരണം? മുസ്ലിം സമുദായത്തിൽ അവർ പവിത്രമായി കരുതുന്ന ജുമുഅ നിസ്കാരം, ആ ജുമുഅ നിസ്കാരത്തിന് നമുക്ക് 1 പള്ളി വേണം, 1 പള്ളി മതിയായിരുന്നു. പക്ഷേ 2 പള്ളിയും 3 പള്ളിയുമാക്കി കേരളത്തിൽ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അതിന്റെ കാരണം ഖുതുബ അറബിയിൽ പറ്റില്ല. അത് സ്വഹാബത്ത് നിർവഹിച്ചതുപോലെ നിർവഹിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. കേരളത്തിലെ മുസ്ലിയാക്കന്മാര് പറയുന്നത് ദീനിൽ തെളിവല്ലാത്തത് പോലെ സ്വഹാബത്ത് പറയുന്നതും ദീനിൽ തെളിവല്ല എന്ന് ജുമുഅ ഖുതുബ മദ്ഹബുകളിൽ എന്ന പുസ്തകത്തിന്റെ 84-ാമത്തെ പേജിൽ എഴുതി വെച്ച് അത് പ്രായോഗികമാക്കി. മക്കത്ത് സ്വഹാബത്ത് നിർവഹിച്ചത്, റസൂലുള്ള നിർവഹിച്ചത് അറബിയിലാണ്, മദീനത്ത് നിർവഹിച്ചതും അറബിയിലാണ്. ലോകത്തിന്റെ നാനാദിക്കുകളിലേക്കും ഇസ്ലാമിക പ്രബോധനാർത്ഥം സഞ്ചരിച്ച സ്വഹാബത്ത് അവരൊക്കെയും ഖുതുബ നിർവഹിച്ചത് അറബിയിലാണ്. പച്ചമലയാളം സംസാരിക്കുന്ന കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃത്വം നൽകിയ സ്വഹാബത്ത് കൊടുങ്ങല്ലൂരിലെ ജുമുഅയിൽ നിർവഹിച്ച ഖുതുബ അറബിയിലായിരുന്നു. കാസർകോട്ടെ ജുമുഅയിൽ സ്ഥാപിച്ച ഖുതുബ അറബിയിലായിരുന്നു. ശ്രീകണ്ഠപുരത്തും ആടായിലും ധർമ്മപുരത്തും അവർ സ്ഥാപിച്ച ജുമുഅയിൽ നിർവഹിച്ച ഖുതുബ അറബിയിലായിരുന്നു. പക്ഷേ ആ സ്വഹാബത്ത് സ്വീകരിച്ച മാർഗം ഞങ്ങൾക്ക് സ്വീകരിക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് മലയാള ഖുതുബകൾ നിർവഹിക്കുന്നതിന് വേണ്ടി വേറെ പള്ളി ഉണ്ടാക്കി. അങ്ങനെ 1 പള്ളിയിൽ ജുമുഅക്ക് കൂടിയിരുന്ന മുസ്ലിമീങ്ങളെ 2 പള്ളിയിലാക്കി വേർതിരിച്ചു. അതുകൊണ്ട് തീർന്നില്ല. നിങ്ങൾ എന്താ 1 ബാങ്ക് കൊടുക്കാൻ കാരണം? 2 ബാങ്കല്ലേ ഇസ്ലാമിലുള്ളത്? മക്കത്തെ പള്ളിയിൽ 2 മദീനത്തെ പള്ളിയിൽ 2 എന്ന് ചോദിച്ചപ്പോ മുജാഹിദ് മൗലവിമാർ തന്ന മറുപടി എന്താണ്? അത് മുസ്ലിയാരെ ഉസ്മാന്റെ സുന്നത്തല്ലേ എന്നായിരുന്നു. അത് ഉസ്മാന്റെ സുന്നത്തല്ലേ? മുഹമ്മദ് നബിയുടെ സുന്നത്ത് 1 ബാങ്കല്ലേ? ഉസ്മാന്റെ സുന്നത്തല്ലേ 2 ബാങ്ക്? ഏതാണ് സഹോദരങ്ങളെ ഈ ഉസ്മാൻ? പുത്തനത്താണി അങ്ങാടിയിൽ പലചരക്ക് കച്ചവടം നടത്തുന്ന ഉസ്മാൻ കാക്കയാണോ? അല്ലല്ലോ. ഉസ്മാനു ഫിൽ ജന്ന, ഉസ്മാൻ സ്വർഗത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ച ഉസ്മാനാണ്. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽക്ക് മുസ്ലിം ലോകം ഐക്യകണ്ഠേന അംഗീകരിച്ചതാണ് 2 ബാങ്ക്. അത് ലോകത്ത് മക്കത്തും മദീനത്തും എന്ന് മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ മുസ്ലിം പള്ളികളിലും ഇന്നും അതേപോലെ തന്നെ നിർവഹിക്കപ്പെടുന്നു. എന്നാൽ മുജാഹിദുകൾ പറയുന്നത് ഉസ്മാന്റെ സുന്നത്തല്ലേ, അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഉസ്മാൻ ആരാണ്? ഉസ്മാനു ഫിൽ ജന്ന, ഉസ്മാൻ സ്വർഗത്തിലാണെന്ന് റസൂലുള്ള പറഞ്ഞ ഉസ്മാനാണ്. സഹോദരങ്ങളെ, വിനയത്തോടെ ഞാൻ ചോദിച്ചോട്ടെ, ഉസ്മാൻ സ്വർഗത്തിലും ഉസ്മാന്റെ ബാങ്ക് നരകത്തിലുമാകുന്ന വൈചിത്ര്യം എങ്ങനെയാണ് സംഭവിക്കുക? ഉസ്മാൻ സ്വർഗത്തിലാണെന്ന് റസൂലുള്ള പറയുന്നു, ഉസ്മാന്റെ ബാങ്ക് നരകത്തിലാണെന്ന് മുജാഹിദും പറയുന്നു. ഇതെങ്ങനെ?
ഉസ്മാൻ സ്വർഗത്തിലും ഉസ്മാന്റെ ബാങ്ക് നരകത്തിലും ആവോ? ഉസ്മാൻ സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുത്ത ബാങ്കും സ്വർഗത്തിൽ തന്നെ. ആ ബാങ്ക് അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങളും സ്വർഗത്തിൽ തന്നെ. അതല്ലേ ബുദ്ധി പറയുന്നത്, അതല്ലേ പ്രമാണങ്ങൾ പറയുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഭിന്നിപ്പ് അവിടെ തുടങ്ങി. എല്ലാ മുസ്ലിമീങ്ങളും 2 ബാങ്ക് കൊടുക്കുമ്പോ മുജാഹിദിന് 1 ബാങ്ക്. ഇനി നിങ്ങൾ നോക്കൂ, പരിശുദ്ധ റമദാൻ മാസം ആയാൽ ഭിന്നിപ്പിന്റെ ആഘോഷമാണ്. പരിശുദ്ധ റമദാൻ മാസത്തിൽ തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചു. മുജാഹിദും നിസ്കരിച്ചു, സുന്നിയും നിസ്കരിച്ചു, എല്ലാവരും നിസ്കരിച്ചു. ഒരു കാലത്ത് 20 റക്അത്ത്. KM മൗലവി പറഞ്ഞു 20 റക്അത്താണ്. EK മൗലവി പറഞ്ഞു 20 റക്അത്താണ്. PK മൗലവി പറഞ്ഞു 20 റക്അത്താണ്. അൽ കിതാബുൽ അവ്വലു ഫിൽ അമലിയാത്തി എന്ന മദ്രസ പാഠപുസ്തകത്തിൽ 20 റക്അത്താണ്. ഈ 2 റക്അത്തിന് സലാം വീട്ടണം എന്നൊക്കെ പറഞ്ഞ് എഴുതി പിടിപ്പിച്ച മുജാഹിദുകൾക്ക് തോന്നി 20 റക്അത്ത് ഇങ്ങനെ സുന്നി മുജാഹിദും നിസ്കരിച്ചാ പിന്നെന്തിനാ വേറൊരു പള്ളി? നമുക്ക് പള്ളി ഉണ്ടാക്കണമല്ലോ, ഭിന്നിപ്പുണ്ടാക്കണമല്ലോ, അനൈക്യമുണ്ടാക്കണമല്ലോ, സമുദായത്തെ കഷണമാക്കി മുറിക്കണമല്ലോ. അപ്പൊ അത് 20 റക്അത്ത് തറാവീഹായ നടക്കൂല. അതുകൊണ്ട് തറാവീഹ് 8 ആക്കി ചുരുക്കണം. 20 8 ആക്കി ചുരുക്കി. മുസ്ലിം പണ്ഡിതന്മാര് ചോദിച്ചു, എന്തേ നിങ്ങൾ 20 8 ആക്കിയത്? മക്കത്തെ പള്ളിയിൽ 20 ആണല്ലോ, മദീനത്തെ പള്ളിയിൽ 20 ആണല്ലോ. ഈ കഴിഞ്ഞ റമദാനിലും നാം തറാവീഹ് 20 നിസ്കരിച്ചു. എങ്ങോട്ട് തിരിഞ്ഞാ നിസ്കരിച്ചത്? മക്കത്തെ പള്ളിയിലേക്ക് തിരിഞ്ഞ്. ആ മക്കത്തെ പള്ളിയുടെ അല്ലെങ്കിൽ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്തും നടന്ന തറാവീഹ് കഴിഞ്ഞ റമദാനിലും എത്രയാ? 20 ആണ്. ആ പള്ളിയിലേക്ക് തിരിഞ്ഞാണ് നാം 20 നിസ്കരിച്ചത്. എന്നാൽ അതേ പള്ളിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെ കേരളത്തിലെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും തറാവീഹ് 8 നിസ്കരിച്ചു. എന്തേ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ശാന്തപുരത്തേക്ക് തിരിയാൻ തോന്നിയില്ല? എന്തേ ഇവർക്ക് പുളിക്കലേക്ക് തിരിയാൻ തോന്നിയില്ല? അവിടെയല്ലേ 8 ഉള്ളത് സഹോദരങ്ങളെ. 20 ഉള്ള പള്ളിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് 8 നിസ്കരിക്കുന്നത് ആ പള്ളിയെ കൊഞ്ഞനം കുത്തലല്ലേ? ആ പള്ളിയെ പരിഹസിക്കലല്ലേ? തീർച്ചയായും അതെ. അത് തന്നെ ചെയ്തു മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും. മുസ്ലിം പണ്ഡിതന്മാര് ചോദിച്ചു, എന്തേ നിങ്ങൾ 20 8 ആക്കാൻ കാരണം? അപ്പൊ വളരെ നിർലജ്ജം കേരളത്തിലെ മുജാഹിദ് മൗലവിമാർ മറുപടി പറഞ്ഞു, അത് ഉമറിന്റെ സുന്നത്തല്ലേ, ഉമറിന്റെ സുന്നത്തല്ലേ 20. ഉമറിന്റെ സുന്നത്ത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ആരാണ് സഹോദരങ്ങളെ ഉമർ? നമ്മുടെ പുത്തനത്താണി പട്ടണത്തിലെ ഏതെങ്കിലും ചെറുപ്പക്കാരനാണോ? അല്ലല്ലോ. ഉമറു ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി പ്രഖ്യാപിച്ച ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫ, സ്വഹാബത്തിലെ ഏറ്റവും പ്രമുഖനായ, സ്വർഗം കൊണ്ട് സന്തോഷമറിയിപ്പിക്കപ്പെട്ട 10 സ്വഹാബികളിൽ പ്രമുഖനായ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം മുതൽ തർക്കമന്യേ തറാവീഹ് 20 ഒരു ഇമാമിന്റെ നേതൃത്വത്തിൽ ഒറ്റ ജമാഅത്തായി നടപ്പിൽ വരുത്തി. ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചതായി തെളിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് അള്ളാഹുവിന്റെ റസൂല് നിസ്കരിച്ചത് 20 തന്നെ. അല്ലെങ്കിൽ അള്ളാന്റെ റസൂല് 8 നിസ്കരിച്ച് ആ 8 നിസ്കാരത്തിന്റെ കൂടെ ഒരു 12 റക്അത്തും കൂടി കരിഞ്ചന്ത കൂട്ടി ഉമറുൽ ഫാറൂഖ് തങ്ങൾ നിസ്കാരം വർദ്ധിപ്പിച്ചാൽ ആ ഉമറിനെ കുറിച്ച് ഉമറു ഫിൽ ജന്ന, ഇസ്ലാമിൽ കരിഞ്ചന്ത നടത്തിയ ഉമർ സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി പറയില്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് നിസ്കരിച്ചത് കൊണ്ടാണ് ഉമർ തങ്ങൾ നിസ്കരിച്ചത്. ആ ഉമറുൽ ഫാറൂഖ് സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഉമർ സ്വർഗത്തിലും ഉമറിന്റെ തറാവീഹ് നരകത്തിലും പോകുന്ന വൈചിത്ര്യം സഹോദരങ്ങളെ സംഭവിക്കുകയില്ല. ഉമർ സ്വർഗത്തിലാണോ എങ്കിൽ ഉമറിന്റെ തറാവീഹും സ്വർഗത്തിൽ തന്നെ. ഉമർ സ്വർഗത്തിലാണോ എങ്കിൽ ആ തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചവരും സ്വർഗത്തിൽ തന്നെ. പക്ഷേ ഉമറിന്റെ തറാവീഹ് ഞങ്ങൾക്ക് സ്വീകാര്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട്, സ്വഹാബത്തിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുസ്ലിയാക്കന്മാര് പറയുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്ത് പറയുന്നതും ദീനിൽ തെളിവല്ല, ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സ്വഹാബത്ത് നക്ഷത്ര സമാനരാണ്. അവരിൽ നിന്ന് ആരോട് നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗലബ്ധരാണെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സ്വഹാബത്തിനെ പുറംകാലുകൊണ്ട് തട്ടിയെറിഞ്ഞ് മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പിന്റെ, ശൈഥില്യത്തിന്റെ, അനൈക്യത്തിന്റെ വിത്ത് പാകിയവരാണ് കേരളത്തിലെ മുജാഹിദുകൾ.
കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി. മരണ വീട്ടിലെ അനൈക്യമായി, പള്ളിയിൽ അനൈക്യമായി, സൊഫിൽ അനൈക്യമായി, ജമാഅത്തിൽ അനൈക്യമായി, ജുമുഅയിൽ അനൈക്യമായി, റമളാനിൽ അനൈക്യമായി, റബീഉൽ അവ്വലിൽ അനൈക്യമായി. അങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും, സന്തോഷമുള്ള ഘട്ടങ്ങളിലും ദുഃഖമുള്ള ഘട്ടങ്ങളിലും ഈ സമുദായത്തെ കഷണം കഷണമായി നുറുക്കിയെടുത്തവരാണ് കേരളത്തിലെ മുജാഹിദുകൾ. അവർ പ്രചോദനം സ്വീകരിച്ചത്, അവർ ആദർശം സ്വീകരിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സർവമത സത്യവാദിയായിരുന്ന ജമാലുദ്ദീൻ അഫ്ഗാനിയിൽ നിന്നും, മദ്യപാനിയും വ്യഭിചാരിയും പലിശഭോജിയുമായിരുന്ന മുഹമ്മദ് അബ്ദുവിൽ നിന്നും, മുഅ്ജിസത്ത് നിഷേധിയും ഹദീസ് നിഷേധിയുമായിരുന്ന റഷീദ് റിദയിൽ നിന്നും, അവര് പ്രസിദ്ധീകരിച്ച പഴയ ഏതാനും അൽമനാറിന്റെ കോപ്പികളിൽ നിന്നുമായിരുന്നു എന്ന നഗ്ന യാഥാർത്ഥ്യം, തുണിയുരിഞ്ഞ സത്യം സഹോദരങ്ങളെ, മുസ്ലിം സഹോദരങ്ങൾ തിരിച്ചറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു ഹക്ക് ഹക്കായി മനസ്സിലാക്കി അത് പിൻപറ്റാനും ബാത്തില് ബാത്തിലായി മനസ്സിലാക്കി അത് തള്ളിക്കളയാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാം നമുക്ക് മുമ്പിൽ വരച്ചു കാണിച്ച മാതൃകയും ഐക്യവും സാഹോദര്യവും, അത് നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാനും അത് നിലനിർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുവാനും ഇസ്ലാമിനെതിരെ രംഗത്ത് വരുന്ന മുഴുവൻ ദുഷ്ടശക്തികളെയും അവരെന്തു പ്രസംഗിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് വിചാലും അവരെ പരമപുച്ഛത്തോടെ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയുവാനും ബഹിഷ്കരിക്കുവാനും ഇസ്ലാമിനെ സ്നേഹിക്കുന്ന, പ്രവാചകനെ ബഹുമാനിക്കുന്ന, സ്വഹാബത്തിനെ അംഗീകരിക്കുന്ന, ഈമാൻ കിട്ടി മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളുടെയും ബാധ്യതയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ മജ്മഇന്റെ സമ്മേളനം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഫെബ്രുവരി മാസം 5, 6, 7 തീയതികളിൽ നടക്കുകയാണ്. ആ സ്ഥാപനത്തെ നിങ്ങൾക്കറിയാം, ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. ബഹുമാനപ്പെട്ട ചെറുശോല ഉസ്താദിന്റെയും ACS വീരാൻ മുസ്ലിയാരുടെയും അള്ളാഹു അവരുടെ ആഖിറത്തിലുള്ള ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ആൺ മഹാന്മാരുടെ തൃക്കരങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട മജ്മഅ്, എനിക്കറിയാം, എനിക്ക് ഓർമ്മയുണ്ട്, മജ്മഅിന്റെ തുടക്കത്തിൽ ഞാൻ വരുമ്പോൾ 25 കുട്ടികളെയുമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആ സ്ഥാപനം ഇന്ന് 17 വർഷം പിന്നിടുമ്പോൾ 2000-ലധികം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നു. ഈ 2000-ലധികം വിദ്യാർത്ഥികളിൽ 500-ഓളം വരുന്ന കുട്ടികൾ സഹോദരങ്ങളെ പാവപ്പെട്ട കുട്ടികളാണ്, യതീമുകളാണ്, മുതഅല്ലിമീങ്ങളാണ്, പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹാഫിളീങ്ങളായ കുട്ടികളാണ്. വളരെ താഴ്ന്ന സാമ്പത്തികമായി വളരെ ദരിദ്ര അവസ്ഥയിലുള്ള മുസ്ലിം കുട്ടികൾ, നമ്മുടെ സഹോദരങ്ങളുടെ മക്കൾ. ഒരുപക്ഷെ ഹോട്ടലിൽ വെള്ളം മുക്കാനും പ്ലേറ്റ് തുടക്കാനും വിറക് വെട്ടാനും ഒരുപക്ഷെ വിധിക്കപ്പെടുമായിരുന്ന മക്കൾ. ആ മക്കളെ കൈപിടിച്ചുയർത്തി അവർക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുത്ത്, അവർക്ക് മതവിദ്യാഭ്യാസം കൊടുത്ത്, അവരെ ഉന്നതങ്ങളിലേക്ക് എത്തുന്നത് വരെ അവർക്ക് താങ്ങും തണലുമായി വർത്തിച്ച്, സാമ്പത്തികമായി സഹായിച്ച്, അവർക്ക് വസ്ത്രം കൊടുത്ത്, അവർക്ക് ആഹാരം കൊടുത്ത്, അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത്, എല്ലാ രംഗത്തും അവരെ കൈപിടിച്ച് വളർത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാപനം മജ്മഉ തസ്കിയത്തുൽ ഇസ്ലാമിയ 8 വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങളൊന്ന് മജ്മഅിന്റെ മുറ്റത്ത് വരണം. മജ്മഅിന്റെ യതീം കുട്ടികളോടൊപ്പം കുറച്ചു സമയം ചെലവഴിക്കണം, അനാഥകളോടൊപ്പം അല്പസമയം ചെലവഴിക്കണം, മുതഅല്ലിമീങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കണം, ഹാഫിളീങ്ങളോടൊപ്പം അവരുടെ പ്രാർത്ഥനകളിൽ പങ്കുചേരണം എന്ന് പറഞ്ഞ് മജ്മഅ് വിളിക്കുമ്പോ നിങ്ങളെല്ലാവരും മക്കളും അതുപോലെ നമ്മുടെ ചെറുപ്പക്കാരും കുട്ടികളും കാരണവന്മാരും മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും മുഅല്ലിമീങ്ങളും എല്ലാ ആളുകളും മജ്മഅിന്റെ മുറ്റത്തൊരുമിച്ച് കൂടി നമ്മുടെ നേതാക്കളുടെ പ്രസംഗം, നമ്മുടെ സയ്യിദന്മാരുടെ പ്രാർത്ഥന, നമ്മുടെ ആലിമീങ്ങളുടെ ഉപദേശങ്ങൾ അത് സ്വീകരിച്ച് മജ്മഅിലെ മക്കളോടൊപ്പം അല്പസമയം ചെലവഴിച്ച് നമുക്ക് തിരിച്ചു പോരണം. 3 ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും മജ്മഅിൽ ഉണ്ടായിരിക്കണമെന്നും ആ മജ്മഅിന്റെ സമ്മേളനം വിജയിക്കുന്നതിന് വേണ്ടി ആവശ്യമായ പ്രവർത്തനങ്ങൾ SSFന്റെ പ്രവർത്തകന്മാർ, SYSന്റെ പ്രവർത്തകന്മാർ, മുഅല്ലിമീങ്ങളായ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അതുപോലെ മുതഅല്ലിമീങ്ങൾ അവരതിന്റെ ലക്ഷ്യവും ദൗത്യവുമായി നിങ്ങളുടെ വീടുകളിൽ കയറിയിറങ്ങുമ്പോൾ
ആവശ്യമായ സഹായങ്ങളും സഹകരണങ്ങളും നൽകി ആ സ്ഥാപനത്തെ നിങ്ങൾ ഇരു കൈകളും നീട്ടി സ്വീകരിക്കണമെന്ന് സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തി. നമ്മുടെ എല്ലാ സമ്മേളനങ്ങളും മജ്മഇന്റെ സമ്മേളനം മാത്രമല്ല, മജ്മഇന്റെ സമ്മേളനം നമ്മുടെ പരിസര പ്രദേശത്ത് നടക്കുന്നത് കൊണ്ട് അത് വിജയിപ്പിക്കുവാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഒക്കെ ഉസ്താദിന്റെ കരങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട ഒതുക്കുങ്ങൽ ഇഹ്യാഉസ് സുന്ന കോളേജിന്റെ സമ്മേളനം, അതുപോലെ സിറാജുൽ ഹുദയുടെ സമ്മേളനം, സഅദിയ്യയുടെ സമ്മേളനം, അങ്ങനെ തുടങ്ങി ദൂരത്തും അടുത്തുമുള്ള ഒരുപാട് സ്ഥാപനങ്ങളുടെ സമ്മേളനങ്ങൾ. ആ സമ്മേളനങ്ങളിലൊക്കെ നേരിട്ട് നമുക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ആ സമ്മേളനത്തിന്റെ വിജയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നും സഹകരിക്കണമെന്നും സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുന്നത്ത് ജമാഅത്തിന്റെ വിജയത്തിന് വേണ്ടി, അതിന്റെ ദഅവത്തിന് വേണ്ടി, പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാം നടത്തുന്ന സമ്മേളനങ്ങളും പ്രചാരണ പ്രവർത്തനങ്ങളും സ്ഥാപനങ്ങളും സംഘടനകളുടെ സമ്മേളനങ്ങളും SSFന്റെ സെക്ടർ സമ്മേളനങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും നടക്കുകയാണ്. നമ്മുടെ കുട്ടികൾ സംഘടിപ്പിക്കുന്ന ശാസ്ത്രീയവും വിപുലവുമായ സമ്മേളന പരിപാടികൾ, ആ സമ്മേളന പരിപാടികളും നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അതിനോട് സഹകരിക്കുകയും സഹായിക്കുകയും വേണമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. എല്ലാം പടച്ചവൻ നമുക്ക് വിജയിപ്പിച്ചു തരുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.